السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. മായിദ 106. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا شهادة بينكم إذا حضر أحدكم الموت حين الوصية اثنان ذوى عدل منكم أو آخران من غيركم إن أنتم ضربتم في الأرض فأصابتكم مصيبة الموت تحبسونهما من بعد الصلاة فيقسمان بالله إن ارتبتم لا نشتري به ثمنا ولو كان ذا قربى ولا نكتم شهادة الله إنا إذا لمن الآثمين. فإن عثر على أنهما استحقا إثما فآخران يقومان مقامهما من الذين استحق عليهم الأوليان فيقسمان بالله لشهادتنا أحق من شهادتهما وما اعتدينا إنا إذا لمن الظالمين. ذلك أدنى أن يأتوا بالشهادة على وجهها أو يخافوا أن ترد أيمان بعد أيمانهم واتقوا الله واسمعوا والله لا يهدي القوم الفاسقين. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ അഹ്ലുകാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു തആല ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ.
അള്ളാഹു നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വിഷമങ്ങളുള്ളവരുണ്ട്, എല്ലാവരുടെ വിഷമങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ. പ്രത്യേകിച്ച് രോഗം കൊണ്ട് വിഷമിക്കുന്നവർ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് ദ്വാരക്കാൻ, അള്ളാഹു അവരുടെ രോഗങ്ങൾക്ക് പൂർണ്ണ ശിഫ നൽകട്ടെ. ആമീൻ. നമ്മൾ ഓതി വെച്ച ആയത്തുകൾ അവതരിക്കാനുണ്ടായ കാരണം വലിയ ഒരു വഞ്ചനയുടെ, എന്നാൽ പിന്നെ അവർ തിരുത്തിയതും അവർ അള്ളാഹിന്റെ വിശുദ്ധ മാർഗത്തിലേക്ക് കടന്നു വന്നതുമായ വലിയൊരു സംഭവത്തോടനുബന്ധമായിട്ടിറങ്ങിയ അതുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ചുരുക്കി വിശദീകരിക്കാം. മഹാനായ ബുദൈൽ ഇബ്നു ഉബയ്യ് എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. ബുദൈൽ ഇബ്നു ഉബയ്യ്, ഈ സഹാബി ഷാമിലേക്ക് പുറപ്പെടുകയാണ്, പോവാണ്. സിറിയ, ഇന്നത്തെ സിറിയ, പഴയ ഷാം. അദ്ദേഹത്തിന്റെ കൂടെ രണ്ടു പേരുണ്ട്. ഒന്ന് തമീമുദ്ദാരി, മറ്റൊന്ന് അദീയ് ഇബ്നു സയ്യിദ്. ഇവർ പിന്നീട് സ്വഹാബിമാരായി റളിയല്ലാഹു അൻഹു. ഈ പറയുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ക്രിസ്ത്യാനികളാണ്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹും അതുപോലെ അദീയ് ഇബ്നു സയ്യിദ്, ഇവർ രണ്ടുപേരും നസ്വാറ വിഭാഗത്തിലാണ്, അതായത് അന്നത്തെ ക്രിസ്ത്യാനികളിൽപ്പെട്ട ആളാണ്. ഇവർ മൂന്ന് പേരും, നമ്മൾ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ, ആ നിലക്ക് ഇവർ മൂന്ന് പേരും കൂടിയാണ് യാത്ര പോകുന്നത്. ഷാമുക്ക് ഒരു മൂന്നാൾ കൂടി പോവാണ്. ആ പോകുന്നതിൻ്റെ ഇടയിൽ മഹാനായ ബുദൈൽ ഇബ്നു ഉബയ്യ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് രോഗബാധിതനായി. അതുകൊണ്ടല്ലോ പെട്ടെന്ന് മുൻകരുതൽ അറിയിപ്പൊന്നും ഇല്ലാതെ രോഗം വരലും പെട്ടെന്ന് മരിക്കലൊക്കെ നടക്കും. അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹം രോഗിയായി. അദ്ദേഹത്തിന്റെ കയ്യിലാണെങ്കിൽ കുറേ സാധനങ്ങളുണ്ട്, വില പിടിപ്പുള്ള കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ ആള് ബുദ്ധിമാനാണ്. ഒപ്പുള്ള ആളുകൾ, രണ്ടാളുകൾ മുഅ്മിനീങ്ങൾ തന്നെയാണെങ്കിൽ പരസ്പരം വേറെ നിലക്ക് കാണാം. ഇതിപ്പോ മതത്തിന്റെ പുറത്തുള്ള ആളുകളാണ്. അദ്ദേഹം എന്ത് ചെയ്തു അറിയോ? ഇവര് കാണാതെ, അദ്ദേഹം നല്ല രോഗമുണ്ട്, ഇവര് കാണാതെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളുടെയും ലിസ്റ്റ് തയ്യാറാക്കി. അല്ല, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള എല്ലാ വസ്തുവും, ഒരു യാത്രയിൽ എന്തൊക്കെ വേണം അതിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽ വലിയ വില പിടിപ്പുള്ളൊരു വെള്ളിന്റെ പാത്രമുണ്ട്. അത്യാവശ്യം വലിയ പാത്രം, നമ്മൾ പറയുകയാണെങ്കിൽ വലിയ ചെമ്പ് എന്നൊക്കെ പറയാം. യാത്രയിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഉദ്ദേശിച്ച് വെള്ളിന്റെ പാത്രമാണ്. അതടക്കം കയ്യിലുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അദ്ദേഹം ഇത് ചുറ്റിമടക്കി രഹസ്യമാക്കി ഈ സാധനത്തിന്റെ അടിയിൽ വെച്ചു. അത് ഇവര് കണ്ടിട്ടില്ല. ഇവര് പിന്നെ രോഗം, ഒരു മരണത്തിന്റെ രോഗമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വസിയ്യത്ത് ചെയ്യാണ്ടെങ്കിൽ ചെയ്യണം എന്നുള്ള. അപ്പോ മഹാനായ ബുദൈൽ റളിയല്ലാഹു അൻഹു തമീമുദ്ദാരിയോടും അദീയ് ഇബ്നു സയ്യിദിനോടും പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഇനി അധികം ഉണ്ടാവില്ല, ഇത് മരണത്തിന്റെ രോഗമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യാണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞിങ്ങനെ, എൻ്റെ കുറേ സാധനങ്ങളുണ്ട് എൻ്റെ കയ്യിൽ, ഇത് നിങ്ങൾ എൻ്റെ കുടുംബത്തിലേക്ക് സുരക്ഷിതമായിട്ട് എത്തിക്കണം. ഇതിലുള്ള വസിയ്യത്ത് അതാണ്. പിന്നെ അന്നത്തെ സാഹചര്യം അനുസരിച്ചുള്ള കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ മറയുണ്ട്, കാര്യങ്ങളൊക്കെ പിന്നെ ഇതിങ്ങനെ നിയമങ്ങൾ വരുന്നേ ഉള്ളല്ലോ. കാര്യങ്ങളിങ്ങനെ ഇപ്പോൾ ഓരോ കാര്യങ്ങളും ഒറ്റടിക്ക് വന്നതല്ലല്ലോ. അങ്ങനെ വസിയ്യത്തൊക്കെ ചെയ്ത് അദ്ദേഹം മരിച്ചു, യാത്രയിൽ മരിച്ചു. അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇവർക്കുണ്ട് എന്തെങ്കിലും അപ്പോൾ ഉള്ള ആളുകളെ കൂട്ടിയിട്ട് മറയുണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ സാധനങ്ങളൊക്കെ ഇവരെ ഏൽപ്പിച്ചാളോ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരിതൊന്ന് ചെക്ക് ചെയ്തു. ഇത് ചേട്ടാ കൊടുത്തോണ്ടി, അത് ചിലർക്കുണ്ടല്ലോ ഒരു നോട്ടം, ചിലർ നോക്കൂല, അതേമാതിരി കൊടുക്കും. ചിലർക്ക് എല്ലാം അറിയേണ്ടി വരും. കുട്ടികൾക്ക് പെണ്ണിട്ടിയ മാറ്റി കേൾക്കാറ്, എന്നിട്ട് എങ്ങനെ കിലുക്കി നോക്കുമല്ലോ, ഒരു ജിജ്ഞാസ കേൾക്കാറ് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ എന്ന പോലെ ഇവരിതൊക്കെ പരിശോധിച്ചു. പക്ഷെ ഈ എഴുത്തോല് കണ്ടില്ല, എഴുത്ത് കണ്ടില്ല. ഇവർ ഈ വെള്ളിപ്പാത്രം കണ്ടപ്പോ പിന്നെ തമീമുദ്ദാരി പറഞ്ഞു, വലിയ കാര്യപ്പെട്ട സഹാബിയായിട്ടോ അദ്ദേഹം പിന്നെ എന്ന് പറയുമ്പോൾ അവളോ ശ്രദ്ധിക്കണം, ഈ സംഭവം നടക്കുമ്പോ അങ്ങനെ അദ്ദേഹത്തിന് തോന്നി ഇത് വല്ല ഇങ്ങോട്ട് മുക്കിയാലോ എന്നൊരു തോന്നല്. അപ്പോ പിന്നെ അദീയ് ഇബ്നു സയ്യിദ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇത് കൊടുക്കണ്ട നമുക്ക്. അപ്പോൾ അയാളതിന് സമ്മതിച്ചു. തമീമുദ്ദാരിയാണ് അതിന്റെ ബുദ്ധി പ്രവർത്തിച്ചു കേട്ടോ. അങ്ങനെ ആ വെള്ളിപ്പാത്രം വരെ എന്ത് ചെയ്തു, എടുത്തു, മാറ്റി, അടിച്ചു മാറ്റിയ
ബാക്കിയുള്ള സാധനമൊക്കെ അങ്ങനെ തന്നെ വെച്ചു. ലിസ്റ്റ് പോലെ കണ്ടിട്ടില്ല കേട്ടോ, ലിസ്റ്റ് കണ്ടില്ല, അല്ലെങ്കിൽ ആ കൂടി എടുത്ത് ഒഴിവാക്കുന്ന പിന്നെ അത്ഭുതമുണ്ടാവില്ലല്ലോ. അങ്ങനെ ചുരുക്കം പറയാം, ഇവര് ഇതെടുക്കാൻ മറന്നു, ഇത് ഒരു കണ്ടില്ല, വെള്ളിപ്പാത്രം അതിന് എടുത്ത് ഒഴിവാക്കി. അങ്ങനെ നാട്ടിൽ തിരിച്ചെത്തി ഇവരെന്ത് ചെയ്തു, ഇതൊക്കെ കൊടുത്തു. പിന്നെ കുടുംബത്തിനെ ഏൽപ്പിച്ചു, ഇത് ഇങ്ങനെയൊക്കെയാണ് സംഭവം, ഞങ്ങളോട് വസിയത്ത് ചെയ്താണ്, മരണം സംഭവിച്ചൊക്കെ പറഞ്ഞു. ദൂതന്മാർ വഴി അവരും അത് അറിഞ്ഞിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ഇവർ പോന്നു, ഇവർ തിരിച്ചു പോന്നു. ബുദൈൽ റളിയല്ലാഹുവിന്റെ കുടുംബം ഈ സാധനങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ലിസ്റ്റ് കണ്ടോടുകൂടെ ആ ലിസ്റ്റിലുള്ള ഓരോന്നും ഇങ്ങനെ നോക്കി, എല്ലാം നോക്കുമ്പോൾ വെള്ളിപ്പാത്രം മാത്രമല്ല. അവർക്ക് ഡൗട്ടായി. അതിൽ ഇവരെന്ത് ചെയ്ത ചില കുടുംബം, അതിൽ എല്ലാം നല്ല പ്രാണിയുള്ള ആൾക്കാരുണ്ടാവും, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അവരെന്ത് ചെയ്തു, ഇവര് എടുത്തോല്ലെന്ന് ഉറപ്പില്ലല്ലോ, എന്നാ ഒരു വെള്ളിപ്പാത്രം അതിൽ കാണുന്നില്ല. അപ്പൊ അത് തന്ത്രപൂർവം ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു വെച്ചാല് ഇവരെ വിളിപ്പിച്ചു. അപ്പൊ തമീം ദാരിയും അദീബിന് സെയ്ദും ഉടനെ തന്നെ വന്നിട്ട് കാര്യങ്ങളൊക്കെ നല്ലക്ക് അന്വേഷിച്ച കൂട്ടത്തിൽ ഇങ്ങനെ ചോദിച്ചു. പിന്നെ ഇങ്ങനെ വെള്ളിപ്പാത്രം കമ്മിയുള്ളത് പറഞ്ഞില്ല, ഈ ലിസ്റ്റ് കിട്ടിയതും പറഞ്ഞില്ല. അത് പറയാതെ ഇവരോട് ചോദിച്ചു. അതിലൊക്കെ ഹിക്മത്തുണ്ട് കേട്ടോ. അതിൽ വേറെ ചില തഫ്സീറുകളിൽ കാണാം, തത്തുല്യമായ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന്. ചിലപ്പോൾ നമ്മളൊരു വാക്ക് പാടിയാൽ പദ്ധതി പോലെയല്ലോ. പണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഓല് കൊണ്ടുപോകാൻ നേരത്തെ കൊല്ലാൻ വേണ്ടിയുള്ള കൊണ്ടുപോണ്ട്, പക്ഷെ എങ്ങനെ കൊല്ലണം എന്ന് ഓൽക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോഴാണ് പിന്നെ എന്ത് ചെയ്ത്, പിന്നെ യാക്കൂബ് നബിന്റെ നാവുന്നൊരു വാക്ക് വന്ന് ഓലോട്, അതിപ്പോ നിങ്ങൾ കൊണ്ടോണ്ട, നിങ്ങൾ എങ്ങനെയും കൊല്ലാന്ന് ഓൽക്കറിയാം, കിണറ്റിൽ കിട്ടും. പക്ഷെ ഇങ്ങോട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഒലിഞ്ഞ് ചിന്തിച്ചുണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് യാക്കൂബ് നബി അറിയേണ്ടത്, എന്ത് പറയണ്ടേ, നിങ്ങൾ കൊണ്ടുപോയാൽ ചിലപ്പോ നിങ്ങളെ ശ്രദ്ധ പോകും, നിങ്ങൾ ഓനെ എവിടെയെങ്കിലും വെച്ചുകാണ്ട് കളിക്കാനോ മറ്റോ പോയാൽ, ആടുകളെ നോക്കാനൊക്കെ പോയാൽ വലിയ നായി പിടിച്ചുണ്ടോ. അപ്പോഴാ അവർക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നി. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ആ വാക്ക് വന്നാൽ അവർക്ക് ഐഡിയ കിട്ടി. അങ്ങനെയാണ് യൂസുഫിന്റെ കുപ്പായ ഊരികാണ്ട് ഒരാടിനർത്ത് ചോരയൊക്കെ ആക്കിക്കാണ്ട് ചെന്നായ പിടിച്ചാണ് കാണുന്നത്. പക്ഷെ നുണറിഞ്ഞ പോലെയല്ലോ. അപ്പോൾ യാക്കൂബ് നബി പറഞ്ഞത് വല്ലാത്തൊരു ചെന്നായാണ്. കാരണം ഈ കുപ്പായത്തിന് യാതൊരു കീറലും പറ്റാതെ ഇതിന്റെ ഉള്ളിൽ നിന്ന് യൂസുഫിന് അങ്ങനെ തിന്നല്ലോ പറഞ്ഞല്ലോ. നുണയാണാ പറയേണ്ടത് മനസ്സിലായത്. പക്ഷെ ഒരു ഐഡിയ കിട്ടിയത് അതാണ്. ഈ സംവാദത്തിലൊക്കെ എതിരാളികൾക്ക് പോയിന്റ് കൊടുക്കുന്ന രൂപത്തിൽ ഒന്നും വരരുത് എന്നുള്ളതാണ്. എന്നതുപോലെ ഇവിടെ ഇത്തരം തത്തുല്യമായ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ പോലീസ് ബുദ്ധി അറിയണ്ട അങ്ങനെയുള്ള അത് ഓൽക്ക് നമ്മൾ കരുതിയ മരക്കാവൂല. ഓല ചോദ്യം ചെയ്യലും ഓല നീക്കങ്ങളൊന്നും ഉണ്ടാവില്ല. അതുള്ളപ്പോ പിന്നെ 12 വർഷം മുമ്പാണ് സ്വന്തം ഭാര്യനെയും 2 കുട്ടികളെയും കൊന്നത്, പണം തട്ടാൻ വേണ്ടിയിട്ട് ഒരുത്തം. അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങിയ മുങ്ങിയ ആളപ്പോ നമ്മളെ കേരള പോലീസ് കൂടിയല്ലേ. മറ്റേ കോലം കണ്ടില്ല ഞങ്ങൾ, മറ്റേ ലുക്കന്നെ താടി മീശയൊക്കെ വേറെ കോലത്തിലാക്കി മലയാളം തീരെ സംസാരിക്കാതെ ഹിന്ദി മാത്രം സംസാരിച്ചാണ് അവൻ ജീവിക്കേണ്ടത്. പട്ടാണിയോ അല്ലേ ഒക്കെ ആയിട്ട് നമ്മൾ ആൺകുട്ടികൾ പോയി പൊക്കി കൊടുന്നവനെ പോലീസുകാർ. വേണ്ടി നമുക്ക് നമ്മൾ ഏത് വഴിക്കത് പോകുന്നത് നമുക്ക് അറിയാൻ കഴിയില്ല ചിലത്. എന്നതുപോലെ പിന്നെ ഇവിടെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, നീ ഈ കുടുംബം ചോദ്യം ചെയ്യേണ്ട രീതി ആയിക്കൊള്ളിട്ടോ. ഇവരെ പാത്രം പോയതും പറഞ്ഞില്ല, ലിസ്റ്റ് കിട്ടിയതും പറഞ്ഞില്ല. അത് പറയാതെ ഇവരോട് ചോദിച്ചു, ഹൽ ബാഅ സാഹിബുകുമാ ശൈഅൻ മിൻ മതാഇഹി, നിങ്ങളെ കൂട്ടുകാരനായ ബുദൈൽ പിന്നെ അദ്ദേഹത്തിന്റെ സാധനങ്ങളിൽ നിന്ന് വലിയ പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് ഇവര് ചോദിക്കുകയാണ്, പിന്നെ ഈ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഹൽ ബാഅ സാഹിബുകുമാ, നിങ്ങളെ 2 പേരുടെയും ഈ 2 പേരോട് ചോദിക്കുകയാണ്, നിങ്ങളെ 2 പേരുടെയും കൂട്ടുകാരനായ ബുദൈല് ശൈഅൻ മിൻ മതാഇഹി, ആ സാധനങ്ങളിൽ നിന്ന് വല്ലതും വിറ്റതായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? വില കൊടുക്കുകയാണ് സംഗതി. അപ്പൊ ഇവര് ഒന്നും വിറ്റിട്ടില്ലല്ലോ.
ആ യാത്രയിലൊന്നും വിൽപ്പന നടത്തേണ്ട ആവശ്യം വന്നില്ല. അപ്പൊ ഇവര് പിന്നെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, ഇല്ല, യാത്രയിൽ ഞങ്ങൾ ഒപ്പം തന്നെയല്ലേ, പിന്നെ കൊണ്ടുപോയ സാധനങ്ങളൊന്നും വിറ്റിട്ടില്ല. ഫഹൽ ത്വാല, അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ഫഹൽ ത്വാല മറളുഹു ഫഅൻഫഖ ശൈഅൻ അലാ നഫ്സിഹി, രോഗം വല്ലാതെ മൂർച്ഛിച്ച് അതിന്റെ പേരിൽ മൂപ്പർക്ക് എന്തേലും വിറ്റുകാണ്ട് ചെലവാക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? അപ്പൊ ഇല്ല, രോഗം വന്ന ഉടനെ തന്നെ മൂപ്പരെന്ത് ചെയ്തിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്, പിന്നെ പണം ചെലവാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ചോദിച്ചിട്ട് അദ്ദേഹം കൊണ്ടുപോയ, ഇവരുടെ കൂടെ പോകുമ്പോൾ കൊണ്ടുപോയ വസ്തുക്കളിൽ ഒന്നും വിറ്റിട്ടില്ല, ചെലവാക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല, രോഗം നീണ്ടുപോയിട്ടില്ല, പെട്ടെന്ന് മരണം ഇത് വരുത്തി തീർത്തു. അപ്പോ ലാസ്റ്റ് ഈ ലിസ്റ്റിനെടുത്തു. ഈ ലിസ്റ്റ് പിന്നെ സാധന ലിസ്റ്റ് ആ കൂട്ടത്തില് ബുധയിൽ വെച്ചതാണ്. ഇതിലൊരു വെള്ളിപ്പാത്രം, ആ വെള്ളിപ്പാത്രം എവിടെ? ഒരിടത്തുനിന്ന് ഉറപ്പ് വന്നോട് കൂടെ ചോദിച്ചു, ആ വെള്ളിപ്പാത്രം എവിടെ? അതിൽ ഇവര് പറഞ്ഞു, ഇല്ല, അങ്ങനെ വെള്ളിപ്പാത്രം ഇല്ല. ആ തർക്കായി. അതില് ബുദൈൽ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം നേരെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ വന്നു കേസ് ഫയൽ ചെയ്യണം. ഇന്നത്തെ പോലെ തന്നെ എല്ലാ വിവരങ്ങളും കൊടുത്തു. ഈ ലിസ്റ്റ് ഇതൊക്കെ കൈമാറി ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോഴും മറ്റു രണ്ടാളും ക്രിസ്ത്യാനികളാട്ടോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാളുകളെയും വിളിക്കുകയാണ്. ഇനി ഓലെങ്ങനെയാണ് ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ നോക്കൂ, ഞാൻ അർത്ഥം വെക്കാം, എന്നിട്ട് ബാക്കി പറയാം. എന്നിട്ട് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഷഹാദത്തു ബൈനികും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത് ഹീനൽ വസിയ്യത്തി ഇത്നാനി ദവാ അദ്ലിൻ മിൻകും. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഷഹാദത്തു ബൈനികും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മരണം ആസന്നമായാൽ നിങ്ങൾക്കിടയിൽ അവിടെ പിന്നെ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വസിയ്യത്തിനൊക്കെ ഹീനൽ വസിയ്യത്തി, ഒരു വസിയ്യത്തിന് നിങ്ങൾ സാക്ഷിയാക്കണം. ഇസ്നാനി, രണ്ടുപേര്, നിങ്ങളെ കൂട്ടത്തിൽ നിന്നുള്ള നീതിമാന്മാരായ രണ്ടുപേരെ നിങ്ങൾ സാക്ഷികളാക്കണം. മരണം ആസന്നമായ സമയത്ത് നിങ്ങൾ എന്തേലും വസിയ്യത്ത് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു രണ്ടാളുകൾ മുഖാന്തരമാകണത്. ഒരു നീതിമാന്മാരാണ്. നമ്മൾ പിന്നെ ആ ഒരു 10 സെന്റ് സ്ഥലം പള്ളിയേക്ക് അത് ഞങ്ങളെ ഏൽപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ പിന്നെ ഇവര് വിശ്വസ്തരാകണം. വിശ്വസ്തരല്ലാത്തവരാണെങ്കിൽ, ഒരു പള്ളി കമ്മിറ്റിന്റെ ആൾക്കാരാണെങ്കിൽ ഓല് ചിലപ്പോൾ മക്കളോട് പറയും, ഞങ്ങളോട് 20 എന്നാ പറഞ്ഞത്, നിങ്ങളെ സൗകര്യം പോലെ ചെയ്തോ കുറച്ച്, അല്ലേ? വിശ്വസ്തരല്ലെങ്കിൽ എന്തൊക്കെ നടക്കും? മക്കളോടാണ് പറയേണ്ടത് വെച്ചെങ്കിൽ വാപ്പ ഒരു 2 സെന്റ് പറഞ്ഞിരിക്കണം, ഇനി 3 ആയിക്കളി എന്ന് പറയും. 10 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓലെന്താ കരുതുക? നല്ല മക്കളാട്ടോ, 1 സെന്റ് കൂടി കൂട്ടിയില്ലേ. ആക്കെ അങ്ങനെയൊക്കെ വരും. അതുകൊണ്ടാണ് പിന്നെ പുറത്തുനിന്നാണെങ്കിലും അകത്തുനിന്നാണെങ്കിലും ഒക്കെ വിശ്വസ്തരായ ആളുകളെ സാക്ഷികളാക്കണം. ഔ ആഖറാനി മിൻ ഗൈരികും, അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിൽപ്പെട്ടവരല്ലാത്തവരെയും നിങ്ങൾക്ക് സാക്ഷികളാക്കാം. എപ്പോ? ഇൻ അൻതും ലറബ്തും ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ സംഭവത്തിൽ അങ്ങനെ ഉണ്ടായത്. നിങ്ങൾ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് അത്തരം ഒരു ഘട്ടത്തിലാണ് നിങ്ങൾക്ക് അങ്ങനെ മരണം ആസന്നമാകുന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ അവിടെ മതം നോക്കണമെന്നില്ല. മതത്തിന്റെ പുറത്തുള്ള ആളുകളാണെങ്കിലും 2 സാക്ഷികളെ നിർത്തിക്കോട്ടെ. അപ്പോ ഇവിടെ ബുദൈൽ റളിയല്ലാഹു അൻഹു ക്രിസ്ത്യാനികളിൽപ്പെട്ട 2 പേരെ സാക്ഷിയാക്കിയതെന്ന് എന്തല്ല, അത് കുഴപ്പമൊന്നുമല്ല, അത് കുഴപ്പമൊന്നുമില്ല. ഫഅസാബതുകും മുസീബത്തുൽ മൗത്ത്, അങ്ങനെ നിങ്ങൾക്ക് മരണവിപത്ത് നിങ്ങൾക്ക് എത്തും. ആ മരണവിപത്ത്, മരണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വിപത്ത് തന്നെയുള്ളോ. അതാണ് നിങ്ങൾ നിരുപാധികം മരണത്തെ കൊതിക്കരുതെന്ന് നബി തങ്ങൾ പറഞ്ഞത്. മരണം വലിയൊരു ദുരന്തം തന്നെയല്ലേ. മുഅ്മിനായ മനുഷ്യന് അതിന്റെ ശേഷം റാഹത്താണ്, അല്ലെങ്കിൽ ആകെ അപകടമാണ്.
നിരുപാധികം മരിച്ചെങ്കിൽ എന്ന് പറയാൻ പാടില്ല എന്ന് പറയാൻ കാരണം ഈമാൻ അല്ലെങ്കിൽ എന്താ ചെയ്യാ? അപ്പം മരണം ഹൈറാണെങ്കിൽ മരണം എത്ര കുടുങ്ങിയാലും എന്ത് ചെയ്യാൻ പാടുള്ളൂ? പറയാൻ പാടുള്ളൂ. അങ്ങനെ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? മരണം ആസന്നമായാൽ അങ്ങനെ പിന്നെ നീതിമാന്മാരായ 2 സാക്ഷികളെ യാത്രയിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ? പുറത്തുള്ള 2 ആളുകളെയും എന്ത് ചെയ്യുക? സാക്ഷികളാക്കുക. അവിടെ ജാതി മതം നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പുറത്തുള്ള ആൾക്കാരെ ആക്കാന്ന് മനസ്സിലായി. ഇപ്പൊ അവിടെ ഈ വിഷയത്തിൽ ഇവർ വന്നാണ്ട് പറയാണ് ഇങ്ങനെയാണ് സംഭവം, ആ വെള്ളിപ്പാത്രം അവരെടുത്തു എന്നുള്ള കാര്യം ഉറപ്പാണ്, ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ അതിന് മറുപടിയാണ് അടുത്ത് പറയുന്നത്. തഹ്ബിസൂനഹുമാ, ആ 2 സാക്ഷികളെ, അതായത് ഇവിടെ ഉദ്ദേശം പിന്നെ അദിയും അതുപോലെ തന്നെ തമീമുദാരിയാണ്, അവരെ 2 പേരെയും നിങ്ങൾ തടഞ്ഞു വെച്ചോളൂ. മിൻ ബഅദി സ്വലാഹ്, നിസ്കാരത്തിന്റെ ശേഷം. ഫയുഖ്സിമാനി ബില്ലാഹി, എന്നിട്ട് അള്ളാഹുവിന്റെ പേരിൽ അവരെ സത്യം ചെയ്യിപ്പിക്കണം. ഇനിർതബ്തും, അവരെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ സത്യം ചെയ്യിപ്പിക്കണം. എന്താ ഒരു സത്യം ചെയ്യേണ്ടത്? ലാ നശ്തരി ബിഹി സമനാ, ഞങ്ങളിത് വിലക്ക് വാങ്ങിയതല്ല എന്ന് സത്യം ചെയ്യിപ്പിക്കണം. വലൗ കാന ദാ ഖുർബ, അത് അടുത്ത ബന്ധത്തിലാണെങ്കിൽ പോലും. വലാ നക്തുമു ഷഹാദത്തല്ലാഹ്, മാത്രല്ല അള്ളാഹുവിന്റെ സാക്ഷ്യം അത് ഞങ്ങൾ ഒരിക്കലും മറച്ചു വെക്കുന്നില്ല എന്നും ഓലെ കൊണ്ട് പറയിപ്പിക്കണം. അങ്ങനെ മറച്ചു വെച്ചാൽ ഇന്നാ ഇദല്ല മിനൽ ആസിമീൻ, അന്നേരം ഞങ്ങൾ കുറ്റക്കാരുടെ കൂട്ടത്തിൽ, കുറ്റം ചെയ്തവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. ഇതവരെ കൊണ്ട് പറയിപ്പിക്കണം. എന്താ സംഭവം അറിയങ്ങള്? ഇവര് പിന്നെ നിഷേധിച്ചു. ഞങ്ങൾ അങ്ങനെ ഒരു വെള്ളിപ്പാത്രം ഒന്നും എടുത്തിട്ടില്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്, അത് തമീമുദാരിയാണ് ഇത് എടുത്തിട്ടുള്ളത്, മറ്റാക്കി ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം പറയേണ്ടത് എന്താ അറിയോ? മാനെതിരി ഞങ്ങളൊന്നും അറിയില്ല കേട്ടോ. ഇന്നമ ഔസ ഇലൈന ബിശൈ, ഞങ്ങളോട് പിന്നെ അയാള് ബുദയിൽ ചില കാര്യങ്ങൾ വസിയത്ത് വ അമറന അൻ നദ്ഫഅഹു ഇലൈക്കും, ഈ കാര്യങ്ങളൊക്കെ, ഈ സാധനങ്ങളൊക്കെ, സാമഗ്രികളൊക്കെ നിങ്ങളെ ഏൽപ്പിക്കണമെന്ന് ഞങ്ങളോട് കൽപ്പിച്ചു. ഫഅൽന, ഞങ്ങളത് ചെയ്തു. വമാ ലന ബിൽ ഇനാഇ മിൻ ഇൽം, ഇങ്ങനെ ഒരു പാത്രത്തെ പറ്റി ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഐഡിയപൂർവ്വം പറയാണ്, ഇങ്ങനെ ഒരു പാത്രത്തെ പറ്റി ഞങ്ങൾക്ക് ഒരിക്കലും അറിയില്ല എന്ന് ഇവര് കട്ടൻഡറായിട്ട് പറയണം. അപ്പോ നബി തങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ പോലെ അങ്ങനെ തന്നെ പറയേണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമ്മളിപ്പോ പോവാ, നിസ്കാരത്തിന്റെ ആശാക്ക, നിസ്കാരത്തിന്റെ ശേഷം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഏതാ ഉദ്ദേശം നിസ്കാരം അറിയാം. അത് നമ്മൾ ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരു കേസുകളിലൊക്കെ സത്യം ചെയ്യേണ്ട ഒരവസ്ഥ വന്ന ഗത്യന്തരമില്ലെങ്കിലേ സത്യം ചെയ്യാൻ പാടുള്ളൂ. ഷാഫിമാൻ പറഞ്ഞത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പോലും അങ്ങനെ സത്യം ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ സാധാരണ വല്ലാഹി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ അറബിയാക്കെ കണ്ടൊരു പറച്ചില് അല്ലേ, നമ്മൾ വഴി ചോദിച്ചാലേ ആ വഴി ഓൽക്ക് കിട്ടൂലെങ്കിൽ വരെ ഓല് വല്ലാഹി അറിയും. വല്ലാഹി അറിയും. നമ്മൾ 1ാം ക്ലാസ്സിലെ കുട്ടിയാക്കുണ്ടല്ലോ അങ്ങനെ, ആരാൻ്റെ സ്ലേറ്റ് പൊട്ടി ചോദിച്ചാൽ വല്ലാഹി ആണല്ല. ചില കുട്ടിയാൾക്ക് ശരീന്ന് കിട്ടിയാണ് അന്നങ്ങിയ വല്ലാഹി. അതങ്ങനെ ഒരു പരിഗണനീയമായ വല്ലാഹി അല്ല. പണ്ട് ഉമർ അലി ശിഹാബ് തങ്ങൾ എടുത്ത ഒരു കാര്യത്തിന് ചെന്നപ്പോൾ കുറെ മുമ്പ് ഞാൻ പഠിക്കേണ്ട കാലത്താണ്. അപ്പൊ അവിടെ ഉണ്ട് ഒരു പിന്നെ കുടുംബം വന്നിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല്, ഒരു വീട്ടില് ഒരു കുട്ടിന്റെ ചെയിന് കാണാതായാണ്. അപ്പൊ ആ കുട്ടിന്റെ അമ്മ പറയാ, അവിടുത്തെ അതായത് ഇളച്ചി പറയാ മൂത്തച്ചിയാണ് എടുത്തതെന്നാണ് പറയുന്നത്. മൂത്തച്ചി പറയാ എനിക്ക് അതിന്റെ ആവശ്യമില്ല. അങ്ങനെ അത് കുടുംബ പ്രശ്നമായി, വമ്പം പ്രശ്നമായിട്ട് സത്യം ചെയ്യാൻ വേണ്ടി വന്നാണ് പാണക്കാട്ട് ഉമറിൽ തങ്ങൾ എടുത്തു. ഉമർ തങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിരുന്നല്ലോ. നമ്മളിതിങ്ങനെ കാണുകയാണ്. നമ്മൾ ശരിക്കും കാണാം. ഞാനന്ന് പോയതന്നെ നിനക്ക് എനിക്ക് ജാമ്യ നൂരിയേക്ക് പോകാനൊരു എഴുത്തിട്ടണം, അത് ഒരു എഴുത്ത് വേണം. അപ്പൊ ആ എഴുത്തിന് വേണ്ടി ചെന്നതായിരുന്നു. നമ്മളിങ്ങനെ SKSL പ്രവർത്തിക്കൊണ്ടുകൊണ്ട് ആ ഒരു പരിചയത്തിന്റെ മുകളിൽ ചെന്ന അപ്പോഴാണ് ഈ രംഗം കാണുന്നത്, മറക്കൂല രംഗം. അതിൽ തങ്ങൾ പറഞ്ഞു, സത്യം എന്ന് പറഞ്ഞാൽ കുട്ടിക്കളിയൊന്നുമല്ല പറയുന്നുണ്ട്. പെട്ടെന്ന് സത്യം ചെയ്യണമെന്ന് പറ്റൂല. നിങ്ങൾ ഒന്ന് അവിടെ പോയി ഒന്ന് ആലോചിച്ചാണ് പറഞ്ഞു തങ്ങള്. അപ്പൊ ഈ താത്താര് അവിടെ പോയി ആലോചിച്ചുകൊണ്ട് പിന്നെ എന്താ ചെയ്യാവട്ടോ, അതായത് എന്താ ആലോചിക്കേണ്ടത്, പെട്ടെന്നൊരു എടുത്താലും ചിലപ്പോൾ എന്ത് ചെയ്യും, തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ഒരു വല്ലാഹി പറയാൻ പറ്റും. അല്ല ഇപ്പൊ ഈ മാലെടുത്ത് അത്രയൊന്നും ചിലപ്പോ എന്ന് കരുതിയപ്പോ എന്താ ചെയ്യാ, അത് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞത്. ഈമാൻ വേണ്ടേ, ഈമാന് വേണ്ടേ.
അപ്പോൾ പിന്നെന്താ ചെയ്യാവോ, അത് നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കരുത്. ഇനിങ്ങനെ മൂർച്ച കൂട്ടി കൂട്ടി വരണം എന്നാണ്. അതാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. നിസ്കാരത്തിൻ്റെ ശേഷമാക്കാം. ഈ നിസ്കാരത്തിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ സത്യത്തിന് സാധാരണ വെക്കേണ്ട ടൈം ഏതാണ്? അസറിൻ്റെ ശേഷം. അത് ഒരു കാരണം എന്താ അറിയോ, ഈ അസറിൻ്റെ ശേഷം വെക്കാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ ആ സമയത്താണ് രാത്രിയിലേക്കുള്ള മലക്കുകൾ ഇങ്ങോട്ട് വരുന്നതും പകലിലുള്ള മലക്കുകൾ ഡ്യൂട്ടി നിർവഹിച്ച് പോകുന്നതും. അപ്പോൾ ഇവർ രണ്ട് കൂട്ടരും പരസ്പരം കണ്ടുമുട്ടേണ്ട ടൈം ആ സമയമാണ്. അത് മൂർച്ച കൂട്ടാനാണ്. അത് ഇവരെ ബോധ്യപ്പെടുത്തും വേണം. പിന്നെ ഇത് കുട്ടികളെയല്ല, ഇങ്ങനെയൊക്കെയാണ്. നിങ്ങളെങ്ങാനും അസത്യത്തിന് സത്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ മലക്കളിന് സാധിച്ചാവും, ഭയങ്കര പ്രശ്നമാവും. അങ്ങനെ ആവുമ്പോൾ ഒരു തരി ഈമാനുള്ളവര് ലാസ്റ്റ് ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, സത്യം തുറന്നു പറയാം, ഞാൻ തന്നെ എടുത്തു പറയാം സത്യം. അല്ലെങ്കിൽ പറയുന്നത് അതിപ്പോൾ ഇനിയിപ്പോൾ സത്യമൊന്നും വേണ്ട, ഒക്കെ ബുദ്ധിമുട്ടാണ് അറിയാം. അല്ല ഇവിടെ പോന്നല്ലേ, ഏതായാലും നമ്മൾ ചെയ്യാറുന്ന വേണ്ട പോന്ന ഒക്കെ നമുക്ക് വഴി ഉണ്ടാക്കാറ് കഴിച്ചില്ലായി പണി ഈമാൻ ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഉറച്ചിക്കാൻ പറയും. ഉറച്ചു നിൽക്കാൻ ശൈത്താൻ ഇങ്ങനെ കൽപ്പിക്കും. ഒരു 25,000 കട്ടൊരു പ്രശ്നം എനിക്കറിയാം. 25,000 കട്ടാളെങ്ങനെയാലും ഞാൻ എടുത്തിട്ടില്ല. അവസാനം അതും പാണക്കാട്ടേക്ക് വെച്ചു, മറിതങ്ങളെടുത്തേക്ക്. പക്ഷേ പോണ്ട അന്ന് രാവിലെ ഇവൻ പറഞ്ഞു ഞാൻ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മോന് വലിയ കാര്യപ്പെട്ട ആളാണ്, എല്ലാ കേസും തീർക്കേണ്ട ആളാണ്. അയാൾ വലിയ ഊക്കിലേനു. എൻ്റെ പെങ്ങളുട്ടി എടുക്കൂലാന്ന് കണ്ടു. പെങ്ങളുട്ടി എന്നെ എടുത്ത് പോകാൻ പറഞ്ഞു രാവിലെ, ഞാൻ തന്നെ എടുത്ത് പോകണ്ട. അതിൽ ഈ അമ്മ ഓനോട് പറഞ്ഞതേ, അത് കേട്ടാൾ എന്നോട് പറയാ, എടാ ആൺകുട്ടികളാണാവുമ്പോൾ പറഞ്ഞിൽ ഉറച്ചിക്കാൻ കഴിയണടാ, നമ്മൾ മനസ്സിലാക്കിയെന്നാണ്. എങ്ങനെയുണ്ട് അതിന് തന്നെ പറഞ്ഞത്, ആൺകുട്ടികളാവുമ്പോൾ ഉറച്ചിക്കാൻ കഴിയണം, പറഞ്ഞിൽ ഉറച്ചിക്കണം. വഷളായില്ലപ്പോൾ നമ്മൾ ഇല്ലല്ല, വലിയ വഷളത്തരം അവിടെയാണ്. നഴ്സറിയിൽ അവിടുന്ന് കഴിച്ചില്ലായോ. സാധനം വാങ്ങാൻ പോയതാണേ, 2 കടക്കാർ കച്ചവടക്കാരെ സാധനം വാങ്ങാൻ പോയതാണ്. അങ്ങനെ പോകുമ്പോൾ ഒരുത്തുറങ്ങി ട്രെയിനിൽ നിന്ന്. ഓൻ്റെ പോക്കറ്റിൽ നിന്നാണ് 25,000 അടിച്ചു മാറ്റി. മറ്റോ അവസാനം ഓല് സാധനം വാങ്ങാൻ പോകേണ്ട അറിയപ്പെട്ടൊരു സ്ഥലം ഉണ്ടായി, ഞാൻ ഇവിടെ പറയണില്ല, ഇതൊക്കെ റെക്കോർഡാണ്. അതുകൊണ്ടാണ് ഓന് പിന്നെ പേര് വീണു കേട്ടോ, അരെ കട്ടാക്ക്. പക്ഷെ ഓൻ പറഞ്ഞതാണ് എന്ത്, അവൻ്റെ അമ്മ പറഞ്ഞാണ് രസം. എടാ ആൺകുട്ടികളാവുമ്പോളേ പറഞ്ഞിൽ ഉറച്ചിക്കാൻ കഴിയണം, വിഷളായില്ലപ്പോ. അത് താൽക്കാലികമാണ് വിഷളത്തരം, താൽക്കാലികമാണ്. അത് ഈ പൈസൻ്റെ കാര്യം അങ്ങനെയല്ലേ, പൈസൻ്റെ കാര്യം അങ്ങനെയാണ്. അത് എനിക്ക് തോന്നുന്നു 2026 ഏറ്റവും വലിയൊരു വിറ്റായിട്ട് എനിക്ക് തോന്നിയൊരു സംഗതി ഈ ആഴ്ച ഉണ്ടായി. ഞാൻ ക്ലാസ്സിന് പോകുന്ന സമയത്ത് എൻ്റെ കൂടെ പോരുന്ന സഹോദരനുണ്ട്, മൂപ്പര ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സീറ്റിലിരിക്കുകയാണ്, അതിൽ മൂപ്പര മൊബൈൽ അടിച്ചു. അപ്പോൾ ആ മൊബൈല് മൂപ്പര വീട്ടിൽ നിന്ന് വരുമ്പോൾ അതിന് പ്രത്യേക റിംഗ് ടോണാണ്, വീട്ടിൽ നിന്നാണ് അറിയിക്കാൻ വേണ്ടിയിട്ട്. എനിക്കും അറിയാം. അടിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് വരിയെന്നാണല്ലോ പറഞ്ഞു. അപ്പോൾ അയാൾ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ അടിയിൽ അത് വരിയെന്നാണല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് അയാളത് ലൗഡ് സ്പീക്കറിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ വെക്കുകയാണ്, ഇപ്പോൾ ഇങ്ങനെ പിടിക്കേണ്ട എഴുതിയാണ്ട്. അപ്പോൾ ഇയാളെ മോനാണ്. അപ്പോൾ എനിക്കറിയാം, കുട്ടികളൊക്കെ എനിക്കറിയാം, 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ഓനെ വിളിക്കണ്ടേ, ഓനൊരു സ്ഥലമാണ് പറഞ്ഞു പാപ്പാക്ക്. ഇപ്പം നിങ്ങളെവിടെ അസ്ലാം വലൈക്കും എന്നാണ്. അപ്പോൾ ഞാൻ കെട്ടി പഠിച്ചാൽ അവിടെ എന്തെങ്കിലും പറ്റിയാവോ, ഞാൻ ഉസ്താദിൻ്റെ ഒപ്പമാണ് വാലൈക്കും അസ്ലാം എന്നോ. അപ്പോൾ എന്താ സംഭവം എന്നറിയോ, ഇവരെ പെരൻ്റെ തൊട്ടടുത്താണ് LP സ്കൂൾ. LP സ്കൂൾ വാർഷികം നടക്കുകയാണ്. 107ാമത്തെ വാർഷികമാണ്. എനിക്ക് ചീറി നിൽക്കാൻ വരുന്ന ചെണ്ട അവസ്ഥ വന്നു കേട്ടോ, സത്യം. നിസ്കാരത്തിന് പിന്നെ ഇത് വരികയാണ്, അതാണ് ഇടങ്ങാറ്. അപ്പോൾ ഈ വാർഷികം നടക്കുമ്പോൾ കുറേ വണ്ടികൾ ഇവരെ വിറ്റത്താ പാർക്ക് ചെയ്യുന്നുണ്ട്. കുറേ വണ്ടികൾ, ഇവൻ്റെ വിറ്റ നല്ല വിറ്റാണ്, വിശാലമായ വിറ്റ. അപ്പോൾ ഈ കുട്ടി 5ാം ക്ലാസ്സിന് ചോദിക്കേണ്ടെന്നറിയോ, ഇപ്പം നമ്മളെ വിറ്റത്താണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട്, അതിന് ചെറിയൊരു വാടക വാങ്ങിക്കൂടെ ചോദിച്ചു. അതാ ചോദിക്കണ്ടേ, വല്ലാത്ത രസട്ടോ. ആ കുട്ടി 5ാം ക്ലാസ്സിന് ആരാണ് കയറ്റി വിട്ടറിയില്ല കേട്ടോ. ഇയാളെന്നെ ഒന്നിനും സ്റ്റക്കായിട്ടോ, പ്രതീക്ഷിക്കാത്ത ചോദ്യമാണ്. അതിന് നമുക്ക് ചെറിയൊരു ഫീസ് എന്ന് പറഞ്ഞു കേട്ടോ, ഒരു ഫീസ് വാങ്ങിക്കൂടെ ചോദിച്ചു. ഇതിപ്പോൾ ഒരു ഫീസും വാങ്ങണ്ട, അതൊക്കെ അവിടെ നിന്നോട്ടെ പറഞ്ഞു. അല്ല അത് കുഴപ്പമില്ലല്ലോ, നമ്മളെ മിറ്റത്തല്ലേ പോലെ ഏതായാലും നിർത്തുന്നുണ്ട്, അപ്പോൾ ചെറിയൊരു ഫീസ് വാങ്ങിക്കൂടെ. ഹലാലാണെന്ന് അവൻ പറയുന്നുണ്ട്. ആരാണ് ആ ബുദ്ധി ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത, ഓൻ്റെ എല്ലാം കിട്ടോ, ആരോ തിരിപ്പിച്ച് വിട്ടാണ്. ആരും പറഞ്ഞിരിക്കും ചിലപ്പോൾ എടാ എൻ്റെ മിറ്റത്താണ് നിർത്തുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ടൂറും മറ്റൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ അവിടെ നിന്നൊക്കെ ചെറിയ ഇത് കൊടുക്കേണ്ടതല്ലേ. ഇങ്ങനത്തിലൊക്കെ വലിയ കൈവയ്ക്കാറ് നിസ്കാരത്തിൻ്റെ അത്ര തന്നെ ശ്രദ്ധിക്കൂല. ആ ഉള്ളിൻ ചോദ്യമൊക്കെ ഉണ്ടല്ലോ, അവിടെ വല്ല മരണം നടന്നുകൂടോ, നിങ്ങൾ എവിടെയെന്ന് വെച്ചിട്ട് വണ്ടി ഇവിടെ കണ്ടമാനുണ്ട് എന്നുള്ള
പറ്റുന്നതാണ്. അപ്പൊ അതാണ് പൊതുവെ അതല്ല, അത് അല്ലാഹു തആല നമ്മളെ ചെറിയ കുട്ടികൾ വരുമ്പോ തന്നെ ഇങ്ങനെയുള്ള കയ്യ്, ഒന്ന് ഇൻഖിലാബിന്റെ ആളാണ്, മറ്റൊന്ന് അത് കിതാബ് തന്നെ പറയുന്ന കാര്യമാണ്. കുട്ടികൾ ഇങ്ങനെ മുറുക്കി പിടിച്ച് വരേണ്ടത് പൊതുവേ മനുഷ്യന് ദുന്യാവ് എന്നുള്ള ചിന്ത ഉണ്ടാവുന്നതാണ്. ഇതിനായാലും മരിക്കുമ്പോഴാണല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു ഭരണാധികാരി, ഒരു ഖലീഫ പിന്നെ നേരത്തെ മരിക്കുമ്പോഴേ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കഫംപടവന്റെ മോൾക്കിന്റെ കയ്യേക്കണം മയ്യത്തുണ്ടാവുമ്പോ എന്ന് പറഞ്ഞല്ലോ. അതായത് ഞാനൊന്നും കൊണ്ടുപോകണില്ല, കുറെ വെട്ടിപ്പിടിച്ചു. രാജാക്കന്മാരങ്ങനെയല്ലോ, വെട്ടിപ്പിടിക്കും ലോകം. അവിടെ ജാതി മതം ഒന്നും ഉണ്ടാവില്ല, വ്യാപ്തി കൂട്ടാൻ വേണ്ടിയിട്ട്. അതിൽ അനീതി കുറെ വരും. ഞാൻ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകണില്ല എന്നുള്ളത് മാലോകർ അറിഞ്ഞോട്ടെ, കൈ അഴിഞ്ഞു കിടക്കുള്ളൂ എന്ന് വസിയത്ത് എഴുതിയെന്നുള്ള കഥ ഉണ്ട്, സംഭവ കഥകളൊക്കെ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ ഇവരുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി നല്ലൊരു വെള്ളിപ്പാത്രം കണ്ടപ്പോ. എന്നാലോ ഈസാ നബിന്റെ ആളുകളാണെന്ന് അവകാശപ്പെടുന്നവരാണ്. അങ്ങനെ നിസ്കാരത്തിന്റെ ശേഷം ഓലെ കൊണ്ട് സത്യം ചെയ്യിക്കാൻ പറഞ്ഞു. അപ്പൊ അത് അസർ നിസ്കാരത്തിന്റെ ശേഷമാണ് നിബിധങ്ങൾ കൽപ്പിച്ചത്. അസറിന്റെ ഒരു കാരണം അതാണ്. പിന്നെ വേറൊന്നെന്താ അറിയോ, ഹസിലു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ, നിങ്ങൾ 5 നേരത്തെ നിസ്കാരത്തെ സൂക്ഷിക്കണേ, സ്വലാത്തുൽ വുസ്തയെയും. അപ്പൊ ഈ സ്വലാത്തുൽ വുസ്തക്ക് അസറിനാണ് ഏറ്റവും സാധ്യത എന്നുള്ളതുകൊണ്ട് ആ നല്ല ഏറ്റവും സ്ഥാനമുള്ള നിസ്കാരത്തിന്റെ ശേഷം തന്നെ ആയിക്കോട്ടെ ഈ സത്യം ചെയ്യുക. ഇതൊക്കെ ഓരോ ബോധ്യപ്പെടുത്തണം. അപ്പോഴാണ് ഓല് എന്ത് ചെയ്യുക, വെറുതെ സത്യം ചെയ്യാതിരിക്കുക. അത് ഒഴിവാക്കാനാണ് അത് സിസ്റ്റം. പിന്നെ കിതാബിലൊക്കെ പറയുന്നുണ്ട്, സത്യം ചെയ്യുമ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, ഓളെടുത്ത് വരാൻ പറയാ, 2 റക്അത്ത് നിസ്കരിക്കാൻ പറയാ, സുന്നത്ത് പള്ളിയിലും അല്ലേ, ആ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മിഹ്റാബിന്റെ അടുത്ത് കൊണ്ടുവരണം. അതും വെള്ളിയാഴ്ച ആക്കണം. വെള്ളിയാഴ്ച അസറിന്റെ ശേഷം പിന്നെ പള്ളിയിൽ മിഹ്റാബിന്റെ അടുത്ത് ഇരുത്തണം. എന്നിട്ട് പറയണം, പിന്നെ എനിക്ക് പിന്മാറണമെങ്കിൽ പിന്മാറട്ടോ, വെറുതെ സത്യം ചെയ്യണ്ട, താൽക്കാലിക ലാഭത്തിന് വലിയ പ്രശ്നമുള്ള കാര്യമാണ്. ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയുന്നൊക്കെ പറയുമോ, നേരം വൈകുന്നുണ്ട്, അങ്ങനെ വൈകല്ലേ. ഒരു മുസാഹിഫ് എടുത്തിട്ട് ലാസ്റ്റ് കാളി, അതിനാണ് കാളി മറ്റേ മടിയിലടച്ചു പിടിച്ചേ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെയെങ്കിലും ലാസ്റ്റ് അയിന്ന് കുതറി മാറാൻ ഒഴിവാകാൻ ചാൻസ് കൊടുക്കുകയാണ്. ഇനി ഒരു നിലക്കൊരു പ്രശ്നം തീർക്കാൻ അതെല്ലാം മാർഗം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യിക്കാം, അങ്ങനെ ചെയ്യിക്കാൻ പാടില്ല. അപ്പോൾ ഈമാനുള്ള ആളുകൾ അതിന് നിൽക്കൂല, ഇന്ന് പിന്മാറും. വേണ്ടത്തോന്നും വെറുതെ എന്തിനാണ്. നേരെ മറിച്ച് നമ്മളടുത്ത് സത്യം ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ പ്രശ്നം തീരണമെങ്കിൽ ആ സത്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പേടിക്കാമല്ലോ, ധൈര്യമായിട്ട് ചെയ്യാലോ. കുറച്ച് മാത്രമൊന്നും ഒരു കുറ്റം ഉണ്ടാവില്ല, ഒരു കുരുത്തക്കെടിന്റെ കാര്യം അവിടെ വരുന്നില്ല. അങ്ങനെ ഇവരെ പള്ളിയിലേക്ക് 2 ആളെയും കൊണ്ടുവന്നു അസറിന്റെ ശേഷം. അങ്ങനെ അവരവിടെ തടഞ്ഞു വെച്ചിട്ട് ഓലോട് പിന്നെ സത്യം ചെയ്യാൻ പറഞ്ഞു. അതിൽ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് അറിയുന്നില്ല. സത്യം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സത്യം ചെയ്തുകൊണ്ട് നീ അവിടെ ഒന്നും പറയാനില്ല, ഓരോ 2 ആളി ഓരോ പാട്ടിന് വിട്ടളി, അത് പോയിക്കോളിയാ. ബുദൈൽ റളിയല്ലാഹുവിന്റെ കുടുംബത്തോട് തിരിച്ചു പോകാൻ പറഞ്ഞു. ഇനി വേറെ മാർഗം, ഇനി ചൊറിഞ്ഞു കൂടിയിട്ട് കാര്യമില്ലല്ലോ, ഫൈനലാക്കി. അവിടെ ഒന്നിനും ഇവര് നോണറിയണം, അല്ലെങ്കിൽ അവർ 2 ആൾ നോണറിയണം, അല്ലെങ്കിൽ ഈ കുടുംബം നോണറിയണം. അത്രയേ ഉള്ളൂ. ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ ഇങ്ങനെ കാണുമ്പോൾ ഇതിൽ തോന്നാം അവരാണ്, ആ 2 പേരാണ് നോണറിയേണ്ടത് എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ വേറെ തെളിവൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഒരു സത്യം ചെയ്തതോടുകൂടെ ഓരോ അത് കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞതിന് ശേഷം തെമീമുദ്ദാരിയുടെ, അവളും വരെ ഇസ്ലാമൊക്കെ വന്നിട്ടില്ല കേട്ടോ, തെമീമുദ്ദാരിയുടെ കയ്യിൽ ഈ പാത്രം കണ്ടു. തെമീമുദ്ദാരിയുടെ കയ്യിൽ ഈ പാത്രമുണ്ട്, ഈ വെള്ളിപ്പാത്രം. കുടുംബത്തിനെ ശരിക്കറിയാലോ. അത് കണ്ടു. അതിൽ ഇവര് 2ാമതൊരു കേസ് നബിയുടെ അരികെ ഉയർത്തി. നബി എന്നാളങ്ങനെ സത്യം ചെയ്ത് ഓല് ഒന്നും എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പോയതാണെങ്കിലും ഇവരെ പറയേണ്ട കോലത്തിൽ പറഞ്ഞു, ഞങ്ങളത് കണ്ടിട്ടില്ല, അറിയില്ല, പിന്നെ ഒന്നുമില്ല, വിലക്ക് വാങ്ങിയിട്ടില്ല, അങ്ങനെയൊക്കെ ഞങ്ങൾ വെറുതെ കളവിന് സത്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറ്റക്കാരാവും എന്നൊക്കെ പറഞ്ഞ ഒരു പള്ളിക്കെന്ന് പറഞ്ഞു. അടിയന്തര ഘട്ടത്തിൽ പുറത്തുള്ളവരും പള്ളിയൊക്കെ കയറ്റാന്നുള്ളത് അടിയന്തര ഘട്ടം, വെറുതെങ്ങനെ കയറ്റാൻ പാടില്ല എന്നൊക്കെ പള്ളിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ ഉണ്ട്. ഖുത്ബ കാണിച്ചു കൊടുക്കാൻ, ജുമ കാണിച്ചു കൊടുക്കാനാണ് എല്ലാവരും കൂടി കൊടുന്ന് കണ്ട് ഇവരെ ആടങ്ങാടിയൊക്കെ ഉയർക്കാൻ. അങ്ങനെ നമ്മൾ ദുബായിലൊക്കെ പോയി നിറങ്ങും പോലെ നിറങ്ങും, അതിൻ്റെ അർത്ഥമില്ല. അങ്ങനെ ഏതായിരുന്നാലും പിന്നെ നബിയുടെ അരികെ ഇവർ വന്നിട്ട് പറഞ്ഞു, നബിയെ തെമീമുദ്ദാരിയുടെ കയ്യിൽ അവരെടുത്ത് ഈ പാത്രം ഉണ്ട്, ഞങ്ങൾ നേരെ കണ്ടിട്ടുണ്ട്. ഓരോ വായിച്ചതിനുണ്ടാവും.
അതിൽ രണ്ടാമത് ഇവരെ വിളിക്കുകയാണ്. കേസ് ഇനി അറിയാട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ചോദ്യം ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങൾ എടുത്തിട്ടില്ലാന്ന്, പിന്നെ ഞങ്ങൾ ആ പാത്രം കണ്ടിട്ടില്ലാന്ന് പറയാൻ വയ്യ. അതിലോലും നേരെ മാറ്റി ഞങ്ങൾ വിലക്ക് വാങ്ങിയതാണ്. അപ്പം നിങ്ങൾ ആദ്യം അങ്ങനെ ഒരു പാത്രം കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞോ, അതിലോൽക്ക് ഉത്തരല്ല. അത് ഞങ്ങൾ വില കൊടുത്തിട്ട് വാങ്ങിയതാണ്, ഇത്ര സംഖ്യ ബുദൈലിന് കൊടുത്ത് കണ്ട് വാങ്ങിയതാണ്. അതിന് ഞങ്ങളിത് സാക്ഷ്യമൊന്നുമില്ല, സംഗതി അങ്ങനെയാണ്. അതല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനിയിപ്പോൾ ഇതിനൊരു പരിഹാരം വേണമല്ലോ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവട്ടെ, ഇതൊന്നും നമുക്ക് ബാധകല്ല ഇങ്ങനൊരു സത്യം ചെയ്യല്. അതാണ് അടുത്ത ആയത്തിൽ പറയും. നോക്കൂ, ഫഇൻ ഉസിറ അലാ അന്നഹുമ ഇസ്തഹഖാ ഇസ്മൻ ഫആഖറാനി യഖൂമാനി മഖാമഹുമാ മിനല്ലദീന ഇസ്തഹഖ അലൈഹിമുൽ ഔലയാൻ. നോക്കൂ, ഇനി പറയാണ്. ഇനിയിപ്പോൾ എന്താ പറയുന്നറിയോ? ഫൈൻ ഓസിറ അല അന്നഹുമ ഇസ്തഹഖാ ഇസ്മ. ഇനിയിപ്പോൾ പുറത്തുനിന്ന് രണ്ടാൾക്കാരെ വസിയത്ത് ഓലെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഇവിടെ ഇനി അവരെടുത്ത് കുറ്റുണ്ട് എന്ന് അത് വെളിവായി വന്നാൽ, ഒസിറ എന്ന വെളിവായാൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫആഖറാനി, അപ്പൊ വേറെ രണ്ടാളുകളെ, യഖൂമാനി മഖാമഹുമാ, അവരെ രണ്ടു പേരുടെ സ്ഥാനത്ത് നിങ്ങൾ വേറെ നിങ്ങളെ കൂട്ടത്തിലുള്ള രണ്ടാളുകളെ വെച്ചു. മിനല്ലദീന ഇസ്തഹഖ അലൈഹിമുൽ ഔലയാൻ. നോക്കൂ, അവരെക്കാൾ നിങ്ങളിലേക്ക് അടുത്ത രണ്ടു പേരെ നിർത്തുക. എന്നിട്ട് ഫയുഖ്സിമാനി ബില്ലാ, അല്ലാഹനെ കൊണ്ട് ഓല് സത്യം ചെയ്യണം. എന്ത്? ലശഹാദത്തുനാ അഹഖു മിൻ ഷഹാദതിഹിമാ, ആ രണ്ടു പേര് സാക്ഷ്യം വഹിച്ചതിനേക്കാൾ ഈ വിഷയത്തിൽ സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളാണ് ഏറ്റവും ബന്ധപ്പെട്ടത് എന്ന് അള്ളാഹുവിന്റെ പേരിൽ അവരെന്ത് ചെയ്യട്ടെ? സത്യം ചെയ്യട്ടെ. വമഅ്തദൈന, ഞങ്ങൾ ഒരിക്കലും അതിര് വിട്ട് പ്രവർത്തിച്ചിട്ടുമില്ല. ഇന്നാ ഇദല്ല മിനൽ ളാലിമീൻ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അക്രമകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്ന് ആ രണ്ടുപേര് പറയട്ടെ. അങ്ങനെ ബുദൈർ റളിയല്ലാഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട നല്ല സ്വാലിഹ്, നല്ല ആളുകൾ, സഹാബിമാരല്ല, അസ്ഹാബി കന്നുജൂം എന്നുള്ള രണ്ടാൾക്കാരെന്ത് ചെയ്തു? ഓൽക്ക് ഉറപ്പാണല്ലോ ഇവരെടുത്ത് തരികടണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓല ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നുണ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അതുകൊണ്ട് ഓല് അള്ളാനെ വെച്ച്, അതെന്തിനാ ഈ മറ്റേ കക്ഷികൾക്കും കൂടി ബോധ്യം വരണം. എന്ത്? ഇവര് അതിൻ്റെ ശരിയായ രീതി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഉൽക്കറിയാലെ പോലെ എടുത്ത് തെറ്റുണ്ട്, എന്നാലും ഒരു വിഷയം വരുമ്പോൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലോ മറ്റോ നബിതങ്ങളൊരു തീരുമാനം എടുക്കൂല എന്നറിയണം. അപ്പൊ ഈ രണ്ട് കുടുംബത്തിൽപ്പെട്ട നല്ല മാന്യന്മാരായ രണ്ടാൾക്കാർ ഒരു സത്യം ചെയ്തു. എന്ത്? റബ്ബേ എന്ന് പറഞ്ഞിട്ട് അള്ളാനെ വെച്ചിട്ട് സത്യം ചെയ്യാൻ ഇവരെക്കാൾ, അതായത് തെമീമുദ്ദാരിയെക്കാളും അദീയിനെക്കാളും ഈ വിഷയത്തിൽ, ബുദൈർ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ സാക്ഷ്യം നിൽക്കാൻ ഞങ്ങളാണ് ബന്ധപ്പെട്ടത്. ഞങ്ങൾ ഒരിക്കലും അതിര് വിട്ട് പ്രവർത്തിക്കൂല, അതിര് വിട്ട ഞങ്ങൾ അക്രമകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകൂല എന്ന് പറഞ്ഞ സത്യം ചെയ്തു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാത്രം ബുദൈർ റളിയല്ലാഹു അൻഹുവിന്റെ തന്നെയാണെന്ന് വിധിക്കുകയും അതിന് കൊടുക്കാൻ പറഞ്ഞു. വേഗം കൊടുത്തു. ആ കൊടുത്തിന്ന് തന്നെ മനസ്സിലാക്കാം. അതായത് ബുദൈർ റളിയല്ലാഹു അൻഹു മുസ്ലിമാണ്, അദ്ദേഹം സഹാബിയാണ്, ആദ്യ സഹാബിയാണ്. മറ്റൊരു രണ്ടാളാ പുറത്തുള്ള ആൾക്കാർ, ഒരു മൂന്നാളും കൂടി ഒപ്പം യാത്ര ചെയ്യുന്നുള്ളൂ. മനസ്സിലായില്ലേ? ഓല കുടുംബത്തിൽപ്പെട്ട ആളല്ല ബുദൈർ. പിന്നെ രണ്ടാമത് സാക്കിയിട്ട് ബുദൈർ റളിയല്ലാഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട സഹാബിമാരാണ്. അപ്പോൾ അത് നബിതങ്ങൾ അംഗീകരിച്ചിട്ട്, അതെന്താ പറയുക, നമ്മൾ ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ റെസീറ്റൊക്കെ ഇതും പോലെയാണ്. നമ്മൾ കമ്മിറ്റി സെക്രട്ടറിമാരൊക്കെ ഉണ്ടാവും ഇവിടെ. നമ്മൾ കണക്കൊക്കെ വായിക്കുന്ന സമയത്ത് പിന്നെ ചിലപ്പോൾ ശാസ്ത്രം എന്ന് പറയും, നേരല്ല അതൊക്കെ വായിക്കണ്ട, നമുക്ക് വിശ്വാസമാണ് എന്നൊക്കെ പറയണം. അതിൽ നമ്മൾ എന്ത് ചെയ്യരുത്? പൂട്ടിയാക്കരുത് കേട്ടോ. നേരല്ല, നേരം പ്രകടനങ്ങൾ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോഴത്തിന് നേരം വൈകുന്നേരം ആവുന്നോ, അല്ലെങ്കിൽ വൈകുന്നേരമാണെങ്കിൽ നേരം വെളുക്കുന്നൊക്കെ പറയും. അത് നമ്മൾ എന്ത് ചെയ്തു? എന്നാ 3 സ്വലാത്തിൽ ലിബാസാക്കി അറിയും. പിന്നെ ഇങ്ങനെ പീഡികൊലയുമ്പോ കുത്തിനാണ്ട് പറയുന്നത് വായിക്കണ്ടെന്ന് പറഞ്ഞും ചെയ്തു. ആണോ? വലനബി പറയുന്നു, വെറുതെ സംശയം ഉണ്ടാക്കും. അപ്പൊ എന്ത് ചെയ്യാ? അത് അങ്ങനെ തന്നെ. നമ്മൾ ഈ പൈസ കണ്ടല്ല ആരെങ്കിലും നമ്മൾ കൊടുന്നു തരുമ്പോ പെണ്ണന കേട്ടോ, എന്താ അറിയോ,
അത് പിന്നീട് സംശയം വരാതിരിക്കാനാണ്. ചിലപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഏതെങ്കിലും എടുത്തിടയിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, പിന്നെ നമ്മൾ അവൻ്റെ കണക്കിക്ക് വെക്കും, അവൻ തന്നപ്പോൾ തന്നെ ഉണ്ടാവില്ലേ, നമുക്ക് ചോദിക്കാൻ വയ്യ പോട്ടെ. നമ്മളതല്ലല്ലോ, മറ്റുള്ള ഹക്കുകളാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ തന്നെ സംശയങ്ങൾ തീർക്കണം. അങ്ങനെ ഒരുപാട് സന്ദേശങ്ങൾ ഈ ആയത്ത് നൽകുന്നുണ്ട്, ഒരുപാട് സന്ദേശം. അങ്ങനെ തിരിച്ച് അതോടുകൂടെ മറ്റുള്ള രണ്ടാളും വഷളായല്ലോ. ഒരിക്കലും പിന്നെ വഷളത്തരം തന്നെ ഓരോരുത്തർ തെറ്റുണ്ടെന്ന് ഓൽക്കറിയാലോ, സങ്കടമൊന്നുമില്ല. പക്ഷെ ഓരോടത്ത് പോയി വിഷയം തീരുമാനമാക്കി. പക്ഷേ അതിൻ്റെ ശേഷം മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുത്തു. അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അദീ ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. രണ്ടാളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ശേഷം ഒരു നബിൻ്റെ അടുത്ത് വന്നു. നബിയോട് വന്നു പറഞ്ഞു, നബിയെ, പിന്നെ അങ്ങ് ഞങ്ങളോടൊന്നും വിചാരിക്കരുത്, ആ പാത്രം, വെള്ളിൻ്റെ പാത്രം ഞങ്ങൾ അന്ന് എടുത്ത് തന്നെ ആയിരുന്നു, എടുത്ത് തന്നെ. എന്തൊക്കെ നാടകങ്ങൾ പിന്നെ നടന്നു. 2 വട്ടം പള്ളിക്ക് വന്ന് സത്യം ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നു, ചർച്ചകൾ വന്നു. അവർ നല്ലോണം തൗബ ചെയ്തു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സമാധാനിപ്പിച്ചു. ഇസ്ലാമിക്ക് വരലോടുകൂടെ നിങ്ങളെ തൗബ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, പിന്നെ അവിടെ അവരെ രക്ഷപ്പെടുത്താൻ അവർക്ക് മനസ്സിലൊരു സമാധാനം കിട്ടണമല്ലോ. ഇനി നോക്കൂ, വിശുദ്ധ ഖുർആൻ ഒരു റക്അത്തിൽ ഖുർആൻ മുഴുവൻ ഓതിയവരുടെ ചരിത്രത്തിൽ ഒന്ന് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, അല്ലാഹു ഹിദായത്ത് കൊടുത്ത അത്രേ ഉള്ളൂ. ഒറ്റ റക്അത്തിൽ ഖുർആൻ ഓതി പൂർത്തിയാക്കിയ അറിയപ്പെട്ടവർ 2 പേരാണ്. ഒന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഒന്ന് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. ഒരു റക്അത്തിൽ ഒരു ഖത്ം എന്നാണ്. ഇശാന്റെ ശേഷം സുബഹിന്റെ മുമ്പായിട്ട് ഈ ഔലിയാക്കളാവുമ്പോഴേ അള്ളാഹിനോട് വളരെ അടുക്കുമ്പോൾ വലിയ ഔലിയാക്കൾ സഹായപ്പെട്ടാണല്ലോ. സ്പീഡൊന്നും ഓൽക്കൊരു പ്രശ്നമാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പിന്നെ അത്രമാത്രം അള്ളാഹുവോട് അടുത്തു. പിന്നെ ബാക്കിയുള്ളൊന്നും നമുക്ക് പറയാൻ പാടില്ലല്ലോ, ആർക്കും പറയാൻ പാടില്ലല്ലോ. മനുഷ്യന്റെ അടുത്തും ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാം. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാൻ കഴിയും. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താന്ന് ചോദിച്ചാൽ, വഞ്ചന എന്ന ഒന്ന് ഒരു കാരണവശാലും ഉണ്ടാകരുതെന്നാണ്. ഇവിടെ ഇപ്പോൾ അവരെടുത്തുനിന്ന് ഉണ്ടായത് അതാണല്ലോ, വഞ്ചന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ലികുല്ലി ഗാദിരിൻ ലിവാഉൻ ഇൻദസ്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഓരോ വഞ്ചകനും നാളെ പരലോകത്ത് വരുമ്പോൾ, തെറ്റ് തിരുത്തിയിട്ടില്ലെങ്കിൽ, തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, ഓരോ വഞ്ചകനും നാളെ പരലോകത്ത് വരുമ്പോൾ ലിവാഉൻ ഇൻദസ്തിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവരുടെ ഗുദത്തിന്റെ അടുത്ത്, അതായത് മലദ്വാരത്തിന്റെ അടുത്ത് അവർക്കൊരു പതാക നൽകപ്പെടുന്നതാണ്. യുർഫഉ ലഹു ബിഖദ്രി ഖദ്രി, അവരുടെ ആ വഞ്ചനയുടെ തോതനുസരിച്ച് ആ പതാകയുടെ നീളം അത് ഉയർത്തപ്പെടുന്നതാണ്. ഈ അറബിയാക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, എന്ത് കാര്യത്തിനും ഒരു പതാക ഉയർത്തും. യുദ്ധത്തിനൊക്കെ ഉണ്ടല്ലോ ഈ കൊടി എന്നുള്ളത് നബിയുടെ കാലത്തെ ഉള്ളൊരു സംഗതിയാണ്. യുദ്ധക്കളത്തിലൊക്കെ നിവിധങ്ങൾ കൊടി കൊടുത്തില്ല, നിവിധങ്ങൾക്ക് കൊടി ഉണ്ടായിരുന്നു. അതാണ് നമ്മക്കും പിന്നെ രാഷ്ട്രീയ സംഘടനയാണെങ്കിലും മതസംഘടനയാണെങ്കിലും അതിനൊക്കെ പതാകകൾ അതൊരു അടയാളം കൂടിയാണ്. സമസ്തന്റെ പതാക ഉണ്ടല്ലേ, അതിലാ ചുമപ്പും അതുപോലെ തന്നെ അതിലാ വെള്ളയും ആ പച്ചയും, സ്നേഹം, അതുപോലെ തന്നെ നിഷ്കളങ്കത, ആത്മാർത്ഥത, ഇഖ്ലാസ്, അങ്ങനെ അറിയിക്കാനുള്ള കളറുകളാണത്. അതിനു വേണ്ടിയിട്ടാണ്. പിന്നെ ചന്ദ്രക്കല നക്ഷത്രം എന്നൊക്കെ പറയുന്നത് അത് ഖുർആൻ ഇത് ഇസ്ലാമിന്റെ ഒരു ചിഹ്നാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും വേൾഡിൽ ലോക മുസ്ലിമീങ്ങൾക്ക് അത് എന്നൊരു ചിഹ്നാണ്. അത് അങ്ങനെ ഉപയോഗിക്കപ്പെട്ടു, അതിലേക്ക് അറിയിക്കണം. പിന്നെ നമുക്ക് ഇബാദത്തുകളൊക്കെ, ആ ഇബാദത്തുകൾക്ക് ചന്ദ്രന്റെ പിറവി ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ വരാൻ കാരണം. ഇവർക്കുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ അറിയിക്കാൻ പതാക. അപ്പൊ പതാക പറഞ്ഞാൽ അവർക്ക് വേഗം മനസ്സിലാവും. അതുകൊണ്ടാണ് നിബിധങ്ങൾ പറയുന്നത്, ഓരോ വഞ്ചകർക്കും നാളെ പരലോകത്ത് വരുമ്പോ മലദ്വാരത്തിൽ നിന്ന് പതാക നാട്ടപ്പെടുന്നതാണ്. അവിടെ എത്തും പറയാ ഓരോരുത്തരുടെയും വഞ്ചനയുടെ തോത്. അപ്പോ ഗൾഫ് പോയിക്കാണ്ട് 1 കോടി റുപ്യ അറബിനെ പറ്റിച്ചുകാണ്ട് ചാടിയതാണ്. അയാൾ നാളെ പരലോകത്ത് വരുമ്പോ BSNL ടവറിന്റെ മാർക്ക് ഭയങ്കര ഉയരത്തിലുള്ള കൊടിയേകാരം അയാളെ മലദ്വാരത്തുനിന്ന്. അവിടെ നമുക്ക് കാണാം, മറ്റേ ആളാണുള്ളത്, അയാള് ഭയങ്കര വഞ്ചകനുണ്ട് കേട്ടോ, ഫേറ്റും കൊടിയാണല്ലോ.
എന്നാൽ നമ്മൾ ഈ കാറിലൊക്കെ വെക്കും ആഗസ്റ്റ് 15 ചെറിയ കൊടി, അത് ബസ്സിൽ പൈസ കൊടുക്കാതെ ചാടിയാലൊക്കെ കയറും. കാരണം കൂടി അങ്ങനെ കയറിയാണ് മുന്നിൽ തരുന്ന മുന്നിൽ കൂടി കയറിയിട്ട് അടുക്കുന്ന അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കാണ്ട് എന്നിട്ട് പെണ്ണുങ്ങളോട് ചെന്നിങ്ങനെ പറയുന്നത് ഞാനൊക്കെ അത് അന്ന് പൈസ കൊടുക്കാതെ പോകുന്നത്. അതിപ്പോൾ നിങ്ങൾ എന്നാ പൈസ കൊടുക്കല്? എന്നായിട്ടൊരു പ്രത്യേകത എന്താണെന്ന് അയാൾ കേൾക്കുന്നത്. നമ്മളിപ്പോൾ ഈ രണ്ട് അദീബിനാഥി റളിയല്ലാഹുവിന്റെ അടുത്ത് നിന്ന് ഉണ്ടായതൊക്കെ പറഞ്ഞല്ലോ. ഈ അടിച്ചു മാറ്റുണ്ട് ഗൾഫിൽ നിന്ന് വരേണ്ട ചിലരൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. പെണ്ണുങ്ങളാണ് അതിന് വല്ലാതെ പ്രോത്സാഹനം നൽകുക. കുട്ടികളുടെ അടുത്ത് നിന്നൊക്കെ അങ്ങനെ സംഭവിച്ചാൽ ഒരിക്കലും വില്ലൻ പരിവേഷം കൊടുക്കരുത്. കുട്ടികൾ ചിലപ്പോൾ അങ്ങനെ ആട്ടേ ഉണ്ടാകരുത്. അത് കുട്ടികൾക്ക് അറിയില്ല, ചില കുട്ടികൾക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ഭയങ്കര പ്രശ്നമാണ്. ഓരോ ചെറുപ്പത്തിലേ എന്ത് ചെയ്യണം? അത് വലിയൊരു സംഗതിയാക്കിയാൽ മതി. എൻ്റെ കുട്ടി പിന്നെ 2ാം ക്ലാസ്സിലെറ്റായപ്പോഴാണ് സ്കൂളിൽ നിന്ന് ഒരു ദിവസം വന്നപ്പോൾ ചെറിയൊരു മൊമെൻ്റോ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പിന്നെ വന്നിട്ട് പറഞ്ഞു, പക്ഷേ ഞാൻ അപ്പോൾ സ്കൂളിൽ വാർഷിക പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കുട്ടികളൊന്നും പറഞ്ഞിട്ടുണ്ടെന്നില്ല, പോയിട്ടെന്നില്ല എൻ്റെ കുട്ടി. പക്ഷേ അന്ന് സംഘഗാനം പാടിയൊരുക്കുള്ളതാണ് കാരണം മൊമെൻ്റോ എനിക്കും കിട്ടിക്കുന്നതാണ്. എനിക്ക് സംഘഗാനത്തിൽ ജനലിച്ച് അന്ന് പോയിട്ടെന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ടീച്ചർ പാട്ടടിയിലൊക്കെ നീച്ചിക്കുകയാണ്. ഞാനും നീച്ചെന്നു കിട്ടിയായിരുന്നു. പാട്ട് പാടിയാലൊക്കെ നീച്ചിക്കുകയായിരുന്നു. അപ്പോൾ കിട്ടിയാണ് പറഞ്ഞു. അത് പാട്ട് പാടിയിട്ടില്ലല്ലോ. ചെറിയും വരുന്നുണ്ട്, പക്ഷെ ഇതൊരു ഗൗരവമാണെന്ന് അറിയിക്കണമല്ലോ. അത് ഞാൻ എന്ത് ചെയ്തു അറിയോ? ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാട്ടോ, ചെറുപ്പത്തിലേ അത്തരം എന്താണ് കൊടുക്കണേ നമ്മൾ മരുന്ന്. ഞാൻ അപ്പം തന്നെ എന്ത് ചെയ്തു അറിയാം, ഇത് വലിയൊരു ഗൗരവമുള്ള കാര്യമാക്കിയാണ്ട് എവിടെയൊക്കെ നിൽക്കെ പോരല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിർത്തിയാണ്ട് എൻ്റെ തറവാട്ടിൽ നിന്ന് അഞ്ചനെ വിളിച്ചു. വലിയൊരു സംഭവം ആയിക്കാണ്ട് ചെറിയ ഉള്ളിൽ ഒതുക്കിയാണ്ട് അതൊക്കെ ചെയ്യേണ്ട കേട്ടോ. നോക്കിച്ച് വല്ലാത്തൊരു പ്രശ്നമാണ്. ഓള് പാട്ട് അതാടെ പാട്ട് ഇടി അറിയാണ്ട് സമ്മാനം പോയി തുടങ്ങി എന്താ കാട്ടത് എന്നൊക്കെ പറഞ്ഞാണ്ട് വലിയൊരു പ്രശ്നമാക്കി. അതിൽ എൻ്റെ കുട്ടീനോട് ചോദിക്കുകയാണ്, അത് കൊടുത്താൽ പോരപ്പം ചെയ്ത് ഇത് തിരിച്ച് നിങ്ങൾ ഇത്ര കച്ചറാക്കണോ തന്നെ? ഇത് തിരിച്ചു കൊടുത്താൽ പോരെ നാളെ ടീച്ചർക്ക് എന്നോട് ചോദിക്കാണ്. അല്ല, തിരിച്ചു കൊടുത്താൽ മതി, എന്നാലും ഇപ്പോൾ ഇത് വലിയ മോശമായല്ലോ. അങ്ങനെ പിറ്റേന്ന് കൊണ്ടുപോയി പിറ്റേന്ന് കൊടുത്തയച്ചു. അന്ന് വന്നപ്പോൾ ആ സാധനമായിട്ട് ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് ചെറിച്ചുകാണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നതാണെന്ന് പറഞ്ഞു. എല്ലാ കുട്ടികൾക്കും കൊടുത്തുക്കണോ പറഞ്ഞു. അപ്പം 2ാം ക്ലാസ്സുകാരല്ലേ, പാടിയോൽക്കും പാടാത്തവർക്കും ഒക്കെ ടീച്ചർമാർ കൊടുത്തുകയാണ്. ആ കൂട്ടത്തിൽ കിട്ടിയ അപ്പൊ പിന്നെ പ്രശ്നമില്ല. പിന്നെ നമ്മളതിന്റെ ഗൗരവം പറഞ്ഞു ഇനി ഉണ്ടാവില്ല. കാരണം എന്താ ശാസ്ത്രീയം ഒരു പ്രശ്നം. നേരെ വെച്ച് നമ്മളെന്താ ചെയ്യാ അറിയോ? ജു നീച്ചക്ക് സമ്മതിച്ചു തന്നെ സമ്മതിച്ചു. ആ കുട്ടിക്ക് തന്നെ തോന്നും, കാണിച്ചാൽ ഞാൻ ഇതിലേറെ വലുത് ഇനി ഒപ്പിച്ചു വരേണ്ടത്. മനസ്സിൽ കരുതൂലേ? അങ്ങനെ ആകരുത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. നമ്മൾ ചിലപ്പോഴേ കുട്ടി വല്ലിപ്പാനൊക്കെ ചീത്താർ നിൽക്കും, വേണ്ടാത്ത വർത്താനം. എന്നിട്ട് പിന്നെ കുട്ടീൻ്റെ അമ്മ വേറെ ആളോട് പറയാ, അവൻ്റെ വല്ലിപ്പാനോട് തന്നെ ഓൻ എന്തൊക്കെയാ പറയില്ല അറിയോ? ഓനച്ഛനെ പേടിയാണ്. അപ്പോൾ ഒന്നുകൂടി ഇങ്ങനെ ആട്ടും. ഉണ്ടോ? എല്ലാവർക്കും പേടിയാണല്ലോ. അത് ചെയ്യരുത്, അത് ചെയ്യരുത്. അത് അതിൻ്റെതായ രൂപത്തിൽ എന്ത് ചെയ്യണം? അത് കൈകാര്യം ചെയ്യണം. അപ്പൊ ഈ വഞ്ചന എന്ന് പറഞ്ഞാല് അത് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ഓർക്ക് അതിന്റെ ഗൗരവം അറിയാതെ വരും എന്നാണ് പറയല് അത്തരം കാര്യങ്ങൾ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രശ്നമാണ്. ഇനി ഇവിടെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ വരുന്ന ഒരു സംഗതി എന്താ അറിയങ്ങള്? ഇമാം നവവി തങ്ങള് ഈ വഞ്ചന പറഞ്ഞെടുത്ത് അതിനുള്ള ആയത്തുകളും ഹദീസുകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പാടില്ല എന്ന് പറയേണ്ട അടുത്ത് ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, അവിടെ വേറൊരു ഹദീസ് പറയുന്നുണ്ട്. അന്ന് ഞാനൊന്ന് നോക്കാം. വെള്ളിപ്പാത്രം, സ്വർണം, ഇത് മാത്രമൊന്നും അങ്ങനെ കറൻസി ഇതൊന്നും മാത്രല്ല മുക്കല്, വെട്ടിമാറ്റല്, തട്ടിയെടുക്കല്, വേറെ ഒന്നുണ്ട്. അതിന് തങ്ങൾ പറഞ്ഞെന്താ അറിയോ? മൻ ഖബ്ബബ സൗജതം ബ്രിഇൻ ഫലൈസ മിന്നാ. അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നബി തങ്ങൾ പറയാണ്, മൻ ഖബ്ബബ സൗജതം ബ്രിഇൻ, ഒരാൾ തൻ്റെ മറ്റൊരു സഹോദരന്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യയെ തട്ടിയെടുത്തു, വളച്ചെടുത്തു, ഫലൈസ മിന്നാ, അവൻ ഒരിക്കലും നമ്മിൽപ്പെട്ടവനല്ല. വഞ്ചനയുടെ ഈ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങളുണ്ടല്ലോ, ആ അധ്യായത്തിലാണ് ഇമാം നവവി തങ്ങൾ ഏത് ഹദീസ് ഉദ്ധരിക്കുന്നത്? ഒരാള് സ്വന്തം സുഹൃത്തിനോട് കാണിക്കുന്ന വലിയ ചതിയാണത്, കൊടും ചതിയാണ്. എന്തേ?
മറ്റൊരാളുടെ ഭാര്യയുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭാര്യയുമായിട്ട് ഇറങ്ങിപ്പോവുക, ഇതൊക്കെ സംഭവിക്കണ്ടല്ലോ. അതൊരു ഭ്രാന്താണല്ലോ. 3, 4, 5 കുട്ടികളുള്ളവരൊക്കെ എല്ലാം മറക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് തോന്നുകയാണ് അതൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമല്ല, ഇത് എൻ്റെ അടുത്ത് വെച്ച് കാണാം, 2 ദിവസം കൊണ്ട് ആവേശമൊക്കെ തീരും. ഇങ്ങോട്ട് പിന്നെ ദുന്യാവുമില്ല, ദീനുമില്ല, ആളുകളുടെ ഇടയിൽ ഒരു വിലയുണ്ടാവില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ. അപ്പൊ ഏറ്റവും വലിയ വഞ്ചനയാണെന്നാണ്. അപ്പൊ നമ്മളങ്ങനെയാണ് പറയുകയാണെങ്കിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് വേറെ കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വഞ്ചനയും പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് നിയമങ്ങൾ വന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ അറിയപ്പെട്ട IPS മുൻ പോലീസ് മേധാവിയായിരുന്നു. ഇപ്പോൾ അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അവർ ചിലതൊക്കെ പൊട്ടിച്ചു ഒരു ചാനലിലുള്ള അഭിമുഖത്തിൽ. അതിൽ ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ചില സംഗതികൾ അവർ പറഞ്ഞു. ലവ് ജിഹാദ് ഇവിടെ ഉണ്ട് എന്നുണ്ട്, അത് ഗവൺമെന്റ് അന്വേഷിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവർ നല്ല യൂണിഫോമിലായിരുന്ന സമയത്തുകൾക്ക് അന്വേഷിക്കാമായിരുന്നു, ചെയ്യാമായിരുന്നു. എന്നിട്ടും അവർ പറയാണ് ലവ് ജിഹാദ് ഉണ്ട്. നമ്മളാണെങ്കിൽ അത് അറിഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ ഉടനീളം അള്ളാഹു പറയാണ്, നബി അങ്ങയുടെ കർത്തവ്യം വെറും തബ്ലീഗ്, പിന്നെ ബലാഗ്, സന്ദേശം എത്തിച്ചു കൊടുക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ, നിർബന്ധിപ്പിക്കണ്ട, നല്ല പൊന്നു മനസ്സോടുകൂടെ വരികയാണെങ്കിൽ വന്നാൽ മതി എന്ന് ഖുർആനിലുടനീളം അള്ളാഹു പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് ലവ് ജിഹാദ് ഉണ്ട്, ഗവൺമെന്റുകൾ അന്വേഷിക്കാത്തതുകൊണ്ടാണ് അവരതിനുള്ള നടപടി സ്വീകരിക്കാത്തത്. അപ്പോൾ ഇവരല്ലത് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ വിരമിച്ചതിൻ്റെ ശേഷം ഈ പറയണ്ടിയിൽ എന്താ അർത്ഥമാണ്? ഒന്നത്. മറ്റൊന്നവർ പറഞ്ഞത്, ഉയർന്ന ചിലർ നമ്മളോട് യൂണിഫോമിൽ വരരുത്, നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും, നമ്മളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ഞാൻ കാൽക്കൽ വീണു എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, പണ്ട് ഋഷിരാജ് സിംഗ് പറഞ്ഞല്ലോ, 16 സെക്കൻഡ് ഒരാൾ ഒരു പെണ്ണിനെ നിരന്തരം നോക്കിയാൽ കേസെടുക്കണം. അതുകൊണ്ടാണ് ദർശനത്തിന്റെ കാര്യത്തിൽ ഇസ്ലാം ചിലത് മുന്നോട്ട് വെച്ചപ്പോൾ അത് വളരെ യുക്തമാണെന്ന് പറയാൻ കാരണം. എവലിൻ ടോവലിയർ എന്ന് പറഞ്ഞ ടോണലിയർ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരി ഉണ്ടായിരുന്നു, കാനഡ, ക്രിസ്ത്യാനിയാണ്. സൺഡേ പ്രാർത്ഥനയിൽ മാത്രമാണ് മതത്തിന്റെ കാര്യത്തിൽ പോലും പോകുന്നത്. അതിൽ നിരന്തരം കേട്ട് ചില തെറ്റിദ്ധാരണകൾ വന്നു. അങ്ങനെ പഠനം കഴിഞ്ഞ് ജോലി ചെയ്യുമ്പോൾ ഓഫീസിൽ വെച്ച് മുഹമ്മദ് ഖാലിദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി സംസാരിച്ചപ്പോൾ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു. അതായത് മുസ്ലിം സ്ത്രീകൾക്ക് ഇസ്ലാമിൽ ഒരു സ്വാതന്ത്ര്യമില്ല. ഈ ആഴ്ചയും കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ, പൈസ ഉണ്ടാവില്ല. ഒരു സക്കറാത്തിന്റെ ഹാലാണ്. ഏതായാലും വനിതാ സ്ഥാനാർത്ഥി അല്ലാത്തതുകൊണ്ട് നിങ്ങൾ കഴിച്ചില്ലായി. വനിതാ സ്ഥാനാർത്ഥികളൊക്കെ ഇങ്ങനെ നിൽക്കണം. ഒന്ന് നമ്മളെ കൈ വാങ്ങണം കേട്ടെ, വിടണില്ല. ആ കൈ വേക്ക് കെട്ടി എന്നാൽ ചിലപ്പോൾ കൂടി വന്ന് പിടിച്ചോ, എന്നിട്ട് തെരി നിങ്ങളെ കൈ കാണാണ്ട്. വോട്ട് മാത്രം പോരാ, നമ്മളെ കയ്യും കൂടി വേണം. കൈ പിടിച്ചിട്ട് വിടണില്ല വനിതാ സ്ഥാനാർത്ഥികള്. കുൽക്കന്നെ മര്യാദയൊക്കെ വറ്റ കഴിഞ്ഞു. എന്താ കഴിഞ്ഞു ആലോചിച്ച് നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞെന്താ അറിയോ, ഇപ്പോ പുറത്തുള്ള ചിന്തകന്മാരും ബുദ്ധിജീവികളൊക്കെ ഈ ഇടപെടലും അതൊരു പ്രശ്നമാണ് അറിയണ്ടല്ലോ. അപ്പൊ ഈ പറയപ്പെട്ട എഴുത്തുകാരി ഇതിനെപ്പറ്റി പറഞ്ഞപ്പോ ഈ മുസ്ലിം ചെറുപ്പക്കാരൻ 2 ആയത്ത് വെച്ചു കൊടുത്തു. അവർ ഇസ്ലാം സ്വീകരിച്ചു. ആ ഒറ്റ കാരണത്താൽ. ഏതായത് കുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. നബിയെ, അങ്ങ് ആണുങ്ങളോട് പറയണം, അവരവരുടെ നേത്രങ്ങളെ നിയന്ത്രിക്കട്ടെ, അവർ ലൈംഗിക അവയവത്തെ സൂക്ഷിക്കട്ടെ. ദാലിക അസ്കാലഹും, വിശുദ്ധ ജീവിതത്തിന് അത് അത്യന്താപേക്ഷിതാണെന്നാണ് എല്ലാ നിലക്കും. അവർ സുമയ്യ എന്നാണ് പേരിട്ട്. ഈ പേര് മാറ്റിയിട്ട് സുമയ്യ ബീവിന്റെ പേരും സ്വീകരിച്ചു. നിങ്ങൾ ആലോചിച്ചപ്പോൾ ഇന്നും ഖുർആനിൽ ആ വരി അങ്ങനെ കിടക്കുകയാണ്. അതൊന്ന് ലോകം അംഗീകരിക്കുകയാണെങ്കിൽ കുറെ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും.
അല്ലേ? ദർശനം അതിപ്പോൾ പോലീസ് ഓഫീസറും പറഞ്ഞതാണ് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണല്ലോ. അതുകൊണ്ടാണല്ലോ അന്യ ആണും പെണ്ണും കുറേ നിബന്ധന. പെണ്ണുങ്ങളോട് പ്രത്യേകം സൂറത്തിന് നൂറിൽ പറയുന്നുണ്ട്, നിങ്ങളെ വാപ്പാനെ കാണാം, നിങ്ങളെ ആങ്ങളാരെ കാണാം, അതുപോലെ തന്നെ നിങ്ങളെ ഭർത്താവിൻ്റെ പിതാക്കളെ കാണാം, അവരുമായിട്ട് ഇടപഴക, അതുപോലെ തന്നെ ഉമ്മാന്റെ സഹോദരങ്ങളുമായിട്ട് ഇടപഴക. ഇങ്ങനെ പറഞ്ഞിട്ട് ആരൊക്കെ കാണാൻ പറ്റും കാണാൻ പറ്റില്ല എന്നുള്ള പട്ടിക ഇങ്ങനെ പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നു. ആരും അതിനൊന്നും കളിയാക്കൂല. അതൊന്നും ഇല്ലാത്തതാണ് ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ. അഹ്സാബ് സൂറത്തിലൊക്കെ അള്ളാഹു പറയുന്ന ചില കാര്യങ്ങൾ ഇന്ന് എത്രമാത്രം ഫിറ്റാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ചെയ്യേണ്ട നല്ല കാര്യങ്ങളുടെ പട്ടിക നബിതങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ സലാം പറഞ്ഞോളി എന്നല്ല പറഞ്ഞത്, അഫ്സു സലാമാണ്. സലാമിനെ വ്യാപിപ്പിക്കണം എന്നാണ്. പക്ഷേ ഒരു അന്യ ആണും പെണ്ണും പരസ്പരം പറയാൻ പാടില്ല, അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കും. മുസാഫഴത്തോ തീരെ പാടില്ലല്ലോ. ഇപ്പൊ ഇങ്ങനെ ഉണ്ട് ഇപ്പത്തെ പുതിയ വരും. എന്താ ചെയ്യ, ദീനില്ല ഇല്ലാത്തൊരു പാവുന്നൊരു വിഷയമല്ല. ഇപ്പത്തെ വളർന്നു വരുന്ന ഫ്രീക്കം കുട്ടിയാക്കത്ത ഒരു തോളിലേക്കാണ് കൊണ്ടിടക്കൂലേ, അതിനൊക്കെ നിന്നോർക്കാൻ പറ്റുമോ? അതാ ഞാൻ പറയണ്ടത്. ഇതൊക്കെ പുമ്മളൊക്കെ തിരക്കടില്ല, മല്ലാക്കാക്ക് വേണ്ടാറിഞ്ഞില്ലേ? ഇവിടുത്തെ പഞ്ചായത്തിനേക്കാൾ ഒരു വൻ പഞ്ചായത്ത് വരാണ്ട് മായസർ. അവിടെ അങ്ങോട്ട് കൈറ്റിലായി പോകണമെങ്കിലേ ഇവിടെ ഇപ്പോൾ പഞ്ചായത്തിലൊക്കെ പകുതി ആയതുകൊണ്ടേ വനിതകൾ ഇറങ്ങൽ നിർബന്ധമായി. എന്നാൽ പിന്നെ പോലെ അച്ചടക്കത്തോട് കൂടെ ഇറങ്ങണ്ടേ? അച്ചടക്കൊക്കെ പോവുകയല്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഈ തെരഞ്ഞെടുപ്പിലല്ല, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരാൾ എന്നോട് എല്ലാവരും നിർബന്ധിപ്പിക്കേണ്ട ഉസ്താദെ ഞാൻ എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ പെണ്ണുങ്ങളൊന്നും ഇറക്കണ്ടാറില്ല. എന്നാൽ ശരിയാന്ന് പോയി. പിന്നെ മൂപ്പരിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും വല്ലാതെ പറയണ എന്നാ ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു കിട്ടാൻ മൂപ്പര് കുറേ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല കാരണം നമ്മക്കറിയാതെ നമ്മളെല്ലാവരോടും നടന്നങ്ങൾ ആക്കണ്ട അറിയണില്ല. ചോദിച്ചാൽ അങ്ങനെ പറയുള്ളൂ, കാരണം അതിന്റെ ബുദ്ധിമുട്ട് അങ്ങനെയാണ്. അങ്ങനെ മൂപ്പര് ആക്കിട്ടോ. പിന്നെ 2 കൊല്ലമൊക്കെ കഴിഞ്ഞ ശേഷം മൂപ്പര് എന്നോട് വന്നിട്ട് പറയണം, നിങ്ങൾ പറഞ്ഞന്ന് കേൾക്കാത്തപ്പോൾ ഞാൻ ഉപയോഗിക്കാനാണ്. അതെന്തേശം ഒന്നല്ല സ്ഥലേ ഓളാണ് ഒരു പോക്ക് രാവിലെ അവിടെ പോകണ്ട ഇവിടെ പോകണ്ട. ഞാൻ അങ്ങനെ ഇരിക്കണം അവിടെ തിരക്ക് കാവലായിട്ട്, ഒരു മൈൻഡും ഇല്ല. ഫോണൊക്കെ ഇങ്ങനെ ചെയ്യണണ്ട ഇരിക്കണണ്ട് പിരാന്താവും. എനിക്കപ്പോൾ പാട്ടിടാനാ പൂതി. അപ്പോഴും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാണ്ട് പാടാൻ വെച്ചല്ലോ, ശവത്തുമ്മ കുത്താൻ പാടില്ലല്ലോ. ശ്രദ്ധിച്ചില്ലെങ്കിലൊക്കെ പിന്നെ കൊഞ്ഞാട്ടാവും. അതിൻ്റെ അർത്ഥം നമ്മൾ തീരെ പാടില്ല എന്നല്ല. ആരിലൊക്കെ പോസ്റ്റിക്ക് വരണല്ലോ, വരുന്നോലെല്ലാം ശ്രദ്ധിക്കണം, അവനെ കാര്യം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സംഘടന ഉണ്ടാവുള്ളൂ. നമ്മളെ തീന് പോവും. ഇതൊക്കെ പറഞ്ഞ പ്രശ്നം. ഇതിപ്പോൾ ഞങ്ങളെ ഈ സാഹസിൽ പറയട്ടോ, ഓപ്പണായിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ഉസ്താമാർക്ക് ഒന്നും പറയാൻ പറ്റില്ല. നന്നായിട്ട് കയറും എല്ലാവരും കൂടി നമ്മളെ മേലെ. അങ്ങനത്തെ ഒരു കാലാണ്. വല്ലാത്തൊരവസ്ഥയും കൂടിയല്ലേ കാര്യങ്ങൾ പോകണ്ടല്ലേ. ഇങ്ങനെ ഈ മുസാഫത്തയുണ്ടൊക്കെ കണ്ടാലേ അടക്കി കൈ കൊടുത്ത് കണ്ട് വനിതാ സ്ഥാനാർത്ഥികളൊക്കെ നമുക്ക് പറ്റൂലേ? പറ്റൂല, ഭയങ്കര തെറ്റാണ്. അതിനൊന്നും നമുക്കൊരു ഇളവില്ല കേട്ടോ. സംവരണം വരുമ്പോൾ അളവുണ്ട് നിൽക്കാന്. അതൊക്കെ നിബന്ധനകൾ കുടുങ്ങിയിട്ടുള്ളപ്പോൾ അതൊക്കെ കുടുങ്ങിയിട്ടുള്ളോ. അപ്പൊ അതിൻ്റെതായ രീതിയിലേ അതൊക്കെ എന്ത് ചെയ്യുള്ളൂ പറ്റുള്ളൂ. അപ്പൊ നമ്മള് പിന്നെ ശ്രദ്ധിക്കുക. തഖ്വയാണ് വളരെ പ്രധാനപ്പെട്ട. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കണം. ഞാൻ അടുത്ത ആയത്ത് ഒരൊറ്റ ആയത്ത് കൂടി. ലാസ്റ്റ് ആയിട്ട് നോക്കൂ. എന്തിനാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു കർശന നിയമം വെച്ചത്? ഇപ്പോൾ 2 ആൾക്കാർ അതിയും പിന്നെ മറ്റേ ആളും ഇതാക്കിയപ്പോൾ തമീമുദ്ദാരിയും ഒരു വഞ്ചന കാണിച്ചപ്പോൾ എന്നാൽ നിങ്ങളെ കുടുംബത്തിൽ നിന്ന് അടുത്ത സ്റ്റേജ് 2 സാക്ഷികളെ വെക്കി മറിച്ചിടാനുള്ള ഒരു വഴി പറഞ്ഞു കൊടുക്കണം. പിന്നെ അവർ നന്നായി എന്ന് മാത്രം. എന്തിനാണ് ഇങ്ങനെയൊക്കെ കർശന നിയമം? നിസ്കാരത്തിന്റെ ശേഷം, അസറിന്റെ ശേഷം പള്ളിക്കെന്ന് മുസായിഫ് കൊടുത്തിട്ട് എന്തിനാ? അതാണ് പറയുന്നത്. ذلك أدنى أن يأتوا بالشهادة على وجهها
അതെന്തിനറിയോ? ഒന്ന്, അത് ഷഹാദത്ത് അതിന്റെ യഥാർത്ഥ രീതിയിൽ കൊണ്ടുവരാന് അത് ഏറ്റവും അടുത്തതാണ് എന്ന് പറഞ്ഞാല് അതൊക്കെ ഒരു വിലയുള്ള കാര്യമാണ്. അതിനൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്, പെട്ടെന്നൊന്നും നടക്കൂല എന്ന് ബോധ്യപ്പെടുത്താൻ തന്നെയാണത്. മാത്രല്ല ഔ യഖാഫു, അല്ലെങ്കിൽ ഒരു പേടിക്കണം, അൻ തുറദ്ദ ഐമാനും ബഅദ ഐമാനിഹിം, സത്യത്തിന്റെ ശേഷം വീണ്ടും സത്യം, അതൊക്കെ ഇങ്ങനെ മടക്കപ്പെടുക പറഞ്ഞാല് അത് കുറച്ച് ഗൗരവമുള്ള കാര്യമെന്നുള്ള പേടി വേണം. വേങ്ങട്ട് വണ്ടി അറിയരുത്. അങ്ങനെ ഉണ്ടല്ലോ. നമ്മളിപ്പോ ഒരു ആനുകൂല്യത്തിന് പഞ്ചായത്തിന് മെമ്പർ എടുത്ത് തന്നാണ്ട് ഇജ്ജാണ് വാങ്ങി തന്ന പറഞ്ഞാൽ അള്ളാഹ് അങ്ങനെ കിട്ടൂലല്ലോ, നിങ്ങളെന്നാ ഫോം ഒന്ന് വാങ്ങിക്കളി, എന്നിട്ട് അതിന് അവിടുന്ന് ഒരു ഒപ്പിടിച്ചളി ഒരു അപ്പൊ തന്നെ വേണ്ട. കാരണം അതിന് നടക്കാനാവൂല എന്നുള്ളതാണ്. അവന് വില ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ₹1 അരി ഇറങ്ങി, അത് ഞങ്ങളവിടുത്തെ റേഷൻ ഷോപ്പാരം എന്നോട് പറഞ്ഞാണ്, ₹1 ഇപ്പോൾ കുടുങ്ങിക്കണു പറയും. ഓരോരുത്തർ വാങ്ങിക്കാണ്ട് അവിടെ ഇത് എടുത്തോണ്ടിട്ടാന്ന് വെച്ച് പോകും, പിന്നെ കൊണ്ടുപോകില്ല. അരിയേ ₹1 എഴുതി കണ്ടാണ്. എന്നിട്ട് അവിടെ ഒരു സഞ്ചിയിലെ അരി അങ്ങനെ കിടക്കണതാണ്. അത് മിഞ്ഞാന്ന് വെച്ചാണ്. കരി പോകുമ്പോഴേക്കാരെ ഓർമ്മ ഞങ്ങൾ അരി ഇടണം. ₹1 അല്ലേ അങ്ങനെ വരാണ്. ഏതുവരെ മുസാഹിഫിന് അങ്ങനെ ഉണ്ട്. നമ്മൾ നന്മ ഉദ്ദേശിക്കാണ്ടേക്കാരും മുസാഹിഫിന് വില ഉറച്ചുകാണ്ട് ഓതട്ടെ എഴുതിക്കാണ്ട്. അപ്പൊ കുട്ടികൾ 2ാം ക്ലാസ്സൊക്കെ ഒരു മുസാഹിഫ് ഒരു കേടും ഉണ്ടാവില്ല, 3ാം ക്ലാസ്സൊക്കെ ഒരു പുതിയ മുസാഹിഫ് ആണെന്നറിയാം. കുട്ടികളല്ലേ വില ചെല്ലോ വാങ്ങിക്കൊടുത്തു. അങ്ങനെ അവസാനം പെരിയിൽ നിറച്ച് മുസാഹിഫേക്കാരം. പണ്ട് അങ്ങനെ മുസാഹിഫ് വാങ്ങൂല. അപ്പോൾ ഉള്ളത് ഒട്ടിച്ചിട്ടും അങ്ങോട്ടാക്കിയിട്ടും ഇങ്ങോട്ടാക്കിയിട്ടും അത് നല്ലോണം ശ്രദ്ധിക്കും. ഒറ്റയ്ക്കുമല്ലോ പണ്ടത്തെ മുസാഹിഫൊക്കെ ഓതിയിട്ട് ഇങ്ങോട്ട് മുതലാക്കിക്കും. ഇന്നങ്ങനല്ല. അപ്പൊ റാക്കിന്റെ മുകൾക്കൊക്കെ ഉണ്ടാണ്, അതുകൊണ്ട് വർക്കത്തുമില്ല, തൂക്കി വെക്കുകയാണ് ചിലർ. കുറച്ച് വില വേണം. മദ്രസയിലൊക്കെ നമ്മൾ വരിസംഖ്യ തീരെ വേണ്ടെന്ന തീരെ വരണ്ടാവില്ല. നേരെ അടച്ച് വരിസംഖ്യയൊക്കെ വാങ്ങുമ്പോൾ ഒരു ഉത്തരവാദിത്തം ഉണ്ടാവും. അറബി പള്ളി പറഞ്ഞാൽ ചില ആൾക്കാർ തള്ളാൻ കാരണം എന്താ തന്നെ ഒരു പാട്ട ചാടിയാലും കൂടി എടുത്തേക്കൂല. അറബി പള്ളിയല്ലേ അറിയില്ല. എന്നാൽ ഓനൊരു ₹1000 കൊടുത്ത കേസാണെങ്കിലോ ഓന് പൊട്ടലേക്ക് കടന്നഞ്ച് എൻ്റെ പൈസയും കൂടി അതിലുണ്ട്. അതാ വ്യത്യാസം. ഇവിടെ ഒരു പെട്ടെന്ന് സത്യം ചെയ്യാനും മറ്റൊന്നും അടക്കരുത്. അതിന് കുറച്ചൊക്കെ ഗൗരവം വേണം. അത് അറിയിക്കാൻ തന്നെയാണ് അതിനിങ്ങനെയൊക്കെ ചില നിബന്ധനകൾ വെച്ചത്. അല്ലാതെ ഓടി വരുമ്പോഴേക്കും ചെയ്യടാന്ന് പറയരുത്. എന്നിട്ട് അവസാനം അല്ലാഹു പറയുന്നത് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, വസ്മഊ, സത്യം നിങ്ങൾ കേൾക്കുകയും വേണം. സൂക്ഷ്മത, ഭക്തി. സത്യം കേട്ട് കഴിഞ്ഞാൽ വേഗം ഉണ്ടാവും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അമ്പിയാക്കളെ കൂട്ടത്തിൽ വലിയ ഭക്തിയുള്ള ആള്, അറിയപ്പെട്ട ഒരാളാണ് ആര്. എല്ലാവരും ഭക്തന്മാർ തന്നെയാണെങ്കിലും ആ വിഷയത്തിൽ അറിയപ്പെട്ട ആളാണ് ആര്? യഹ്യാ നബി. അന്നാണെങ്കിൽ ജൂതന്മാരെ ഭയങ്കര ഷെറുള്ള കാലമാണല്ലോ. ഒരിക്കൽ യഹ്യാ നബിനെ കാണാനില്ലാതായി. കുട്ടിയാണ്, ചെറുപ്പത്തിലെ പ്രവാചകനായതാണ്. ഏതായിരുന്നു അദ്ദേഹത്തിനെ കാണാതായപ്പോ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകെ തരാൻ തുടങ്ങി. കുട്ടിനെ കാണാനില്ല. ജൂതന്മാരെ ഭീഷണിയുള്ളതാണ്. ജൂതന്മാർ കൊല്ലപ്പെട്ട 2 പ്രവാചകന്മാരാണ്, ഒരു 2 ആളും. അങ്ങനെ ആകെ തെരഞ്ഞു, കാണാനില്ല. ആകെ ആശങ്കയായി. അവസാനം ആളെ കിട്ടി. എവിടെ? പള്ളിക്കാട് എന്നല്ല, ശ്മശാനം, ഖബർസ്ഥാനം. കുറേ ഖബറുകളുള്ള ഒരു ഏരിയയിൽ. ഇന്നത്തെ കാലത്താണ് പള്ളിക്കാട് കാരണം. അപ്പോ ഒരു ഖബറിന്റെ അരികെ ഇരുന്നിട്ട് യഹ്യാ നബി കരയാണ്. മഹാനായ സക്കരിയ നബി പിതാവ് ചെന്നിട്ട് യഹ്യാ നബി അവിടുന്ന് എഴുന്നേൽപ്പിച്ചു. 2 കണ്ണൊന്നും കണ്ണീരിങ്ങനെ വരിക. എന്തിനാണ് മോനെ നീ ഇങ്ങനെ വന്ന് ഇവിടെ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ യഹ്യാ നബി അലൈഹി ഇസ്ലാം പറയാണ്, ഉപ്പാനോട് ഞാൻ കരയാനുള്ള കാരണം ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സക്കരിയ നബിന്റെ ഭാര്യ. ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നരകത്തിന്റെ അഗ്നിയുടെ ആ ചൂടിനെ ശമിപ്പിക്കാൻ കഴിയുന്ന ഏക തുള്ളികൾ അത് കണ്ണുനീർ തുള്ളികളാണെന്ന് എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുട്ടി പറയുന്നത്. ഉമ്മക്കാരാ സന്ദേശം കൊടുത്ത്? സക്കരിയ നബി. സക്കരിയ നബിക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. സംഭവം ശരിയാണ്. നമ്മുടെ നബി തങ്ങൾ പറഞ്ഞ എന്താ? നാളെ ഇങ്ങനെ കാണിച്ചിരുന്ന നരകത്തിന്റെ അഗ്നി, അതിലേക്ക് ഇന്ന് നമ്മൾ കാണുന്ന പച്ച വെള്ളം ഇക്കണ ഒഴിച്ചാൽ കത്തും, ആളിക്കത്തുകയാണ്. വെള്ളം ഒഴിച്ചാൽ ഒരിക്കലും തീയണിയില്ല. ഇനി അതേ ഭാഗത്തേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒഴിച്ചു കാണിച്ചു ജനങ്ങൾക്ക്. നരകത്തിന്റെ ഒരു ഭാഗത്തേക്ക് ഒരു തോൽപാത്രത്തിൽ ശകലം വെള്ളം ഒഴിക്കണം. അതിൽ ആ ഭാഗത്തെ നരകാഗ്നി അങ്ങനെയാണ്.
നിബിതങ്ങൾ പറയാണ്. അപ്പോൾ ആളുകൾ ചോദിക്കും ജിബ്രീൽ എന്ന മലക്കിനോട്, ഇതെന്താണ്? ആ വെള്ളം ഒഴിച്ചപ്പോൾ അഗ്നി കെട്ടല്ലോ. അപ്പോൾ ജിബ്രീൽ എന്ന മലക്ക് പറയും, അള്ളാനെ ഭയന്ന് ദുന്യാവുന്ന് കരഞ്ഞ ആൾക്കാരെ കണ്ണീരാണ്, അതിന് ഭയങ്കര വിലയാണ്. നമ്മളെ നിബിതങ്ങൾ പഠിപ്പിച്ചു. ഇതാണ് ജിബ്രീൽ എന്ന മലക്ക് യഹ്യാ നബിനെ പഠിപ്പിച്ചത്. അതാണ് യഹ്യാ നബി തന്റെ ഭാര്യയ്ക്ക് കൊടുത്ത സന്ദേശം. ഞാൻ പറഞ്ഞത് വത്തഖുല്ലാഹ വസ്മഉ. നോക്കി നിങ്ങൾ, ഉമ്മയിൽ നിന്ന് ആ ഒരു കാര്യം കേട്ടപ്പോ ആത്മാർത്ഥമായിട്ട് കരച്ചില് വരാന് കബറിങ്ങ പോയിരുന്നു എന്നാണ്. ഓരോന്നിനും കേട്ടാലുണ്ടല്ലോ അല്ലേ. ഇപ്പോ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എപ്പോഴും പഠിച്ചവനോട് പറയത്തില്ല, പഠിച്ചവനെ എനിക്ക് മീസാൻ എന്ന തുലാസ് ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. ഓരോരുത്തർക്കും ഓരോ കമ്പാളോ. ഇബ്രാഹിം നബിക്ക് മരിച്ചോലെ ജീവിപ്പിക്കേണ്ട കാണാനേനും, മൂസാ നബിക്ക് അള്ളാനെ നേരിട്ടൊന്ന് കാണാനേനും ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമാണ്. ചിലതൊക്കെ സാധിപ്പിച്ചു കൊടുത്തു. അതില് ദാവൂദ് നബി പറയുന്നത് മീസാൻ എന്ന തുലാസ്, ആ തുലാസ് ഒന്ന് കാണിച്ചു തരുമോ? എങ്ങനെയാണത്? വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, ഖിയാമത്ത് നാളിൽ നീതിയുടെ ഒരു തുലാസ് നാം സ്ഥാപിച്ചിട്ടുണ്ട്. ഫലാ തുല്ലമു നഫ്സുൻ ശൈആ. അന്ന് ഒരാളും ലവലേശം ആക്രമിക്കപ്പെടുകയില്ല. അതായത് ആരോടും അല്ലാഹു തആല അനീതി കാണിക്കുകയില്ല. നീതിയോടുകൂടെ കാര്യങ്ങൾ തൂക്കി കണക്കാക്കുന്നതാണ്. ഈ ഒരു തുലാസാണ് കാണാൻ ദാവൂദ് നബി വല്ലാതെ ആഗ്രഹിച്ചു പോയത്. അങ്ങനെ അന്ന് രാത്രി മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കിടന്നുറങ്ങി. ഈ ദുആയൊക്കെ നടത്തിയിട്ട് ഈ ആഗ്രഹം എന്നുള്ളതാണ്. അല്ലാഹു തആല സ്വപ്നത്തില് മീസാൻ എന്ന തുലാസിന്റെ ആ ഒരു ഭാഗത്ത് ആ തട്ട് കാണിച്ചു കൊടുത്തു. മീസാൻ എന്ന തുലാസിന്റെ ആ തട്ടുണ്ടല്ലോ, 2 തട്ടുകളുണ്ട് നന്മയും തിന്മയും വെക്കാൻ. അതിൽ ആ നന്മയുടെ ഭാഗമുള്ള ആ തട്ട് കാണിച്ചു കൊടുത്തു. ആ തട്ടിന് കണ്ടതോടുകൂടെ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് ചോദിച്ചത്ര, പഠിച്ചോനെ ഇതിലൊക്കെ എങ്ങനെയാണ് ഹസനത്ത് നടക്കുക? എന്റെ വലിപ്പം കണ്ടിട്ടേ ദാവൂദ് നബിക്ക് തോന്നിയ ആകാശഭൂമികൾ മൊത്തത് നിറഞ്ഞിരിക്കുകയാണ്. ഇത് കുട്ടിനോട് എനിക്ക് ഞാൻ ചെറിയൊരു പാത്രം കാണിച്ചു തരാ എന്ന് പറഞ്ഞാണ്ട് അജ്മീറിലെ ചെമ്പ് കാണിച്ചു കൊടുത്താൽ അങ്ങനെ ഉണ്ടോ? അവിടെ ഉണ്ട് ഒരു ആലാക്കിന്റെ ചെമ്പ്, അജ്മീറിലെ കോണിയൊക്കെ വെച്ച് ഇറങ്ങണേ. അതും ഒരു ചെമ്പ് തന്നെയാണ്. നമ്മളെ അജബാവും അത് കണ്ടാൽ. എന്ന് പറഞ്ഞ പോലെ ഇവിടെ അതേപോലെയല്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ സംശയം ഇതിലൊക്കെ പാടെ എങ്ങനെയാണ് ഇപ്പൊ ഹസനാത്ത് നിറക്കുക എന്നുള്ളതാണ്. അതൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോ അല്ലാഹു തആല പറഞ്ഞത്രേ, എന്റെ അടിമക്ക് തഖ്വയും ഇഖ്ലാസും ഉണ്ടെങ്കിൽ ഒറ്റ കാരക്ക മതി ഇത് നടക്കാൻ. മനസ്സിലായോ? ഒറ്റ കാരക്കൊണ്ട്. അതാണ് നിബിതങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഒരു കാരക്കന്റെ ചീന്തോണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കനട്ടാവുന്നില്ല. മീസാൻ എന്ന തുലാസിൽ ആ നന്മയുടെ ഭാഗം നിറക്കാൻ എന്ത് മതി? ഒറ്റ കാരക്ക. പക്ഷെ അത് ചെയ്യുന്നത് ഇഖ്ലാസോടുകൂടെ. പോകാനും അങ്ങനെ തന്നെ. പോകാനും അങ്ങനെ തന്നെ. നമ്മൾ ഈ വഞ്ചനയുടെ കഥ പറഞ്ഞത് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരു തുണിക്കടക്കച്ചവടക്കാരന്റെ കഥ പറയുന്നുണ്ട്. തുണിക്കച്ചവടക്കാരൻ തഖ്വ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയേണ്ടി. അയാളെ സഹോദരന്റെ മകനെയും കൂടി കടയിൽ നിർത്തിയിട്ടുണ്ട്. ജമാഅത്ത് നിസ്കാരത്തിന് അദ്ദേഹം പള്ളിയിൽ പോയി കണ്ട് തിരിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് ഒരു അറാബി ഇങ്ങനെ ഇറങ്ങിപ്പോണ്ട്. അറാബി എന്നാൽ ഉൾപ്രദേശത്ത് പാർക്കുന്ന ആളാണ്. അവിടെ ഒരു തുണി വാങ്ങി പോവാണ്. കടന്റെ മുതലാളിയായ ആള് നല്ല തെക്കുവള്ള ആളെ വിളിച്ചു. ഈ വാങ്ങിക്കൊണ്ടോണ്ട ആൾക്കറിയോ ഇത് കടന്റെ മുതലാളിയാണ്? അറിയില്ല. എത്ര ഈ തുണിക്ക് വില കൊടുത്തു വെച്ചു? 400 ദീനാറ കൊടുത്തതാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു, ഇതിന് 400ഒന്നുമില്ലല്ലോ, 200 ഉള്ളല്ലോ. അല്ലല്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് 400 ദീനാറുണ്ട്. ഉൾപ്രദേശത്ത് പറയേണ്ട വില കൂടുതലാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു, ഇതെന്തായാലും വില കൂടുതലാണ്, ഒന്നുകിൽ ആ തുണി അവിടെ തന്നെ കൊണ്ടേ കൊടുത്തിട്ട് എൻ്റെ 400 ദീനാറ് കൊടുത്ത് വാങ്ങിക്കോ, അല്ലെങ്കിൽ 200 മടക്കി വാങ്ങിക്കോ. മനസ്സിൽ ആ മനസ്സോട് കൂടെയാണ് ഈ അറാബി വീണ്ടും കടിയിക്കൊണ്ട്. അയാൾക്കും വേണ്ടിയാണ് ഇയാൾ പറയണ്ടേ. പക്ഷെ ഇതിന്റെ കടയാണ്, ഞാൻ അതിനെ മലയാളി എന്നൊന്നും പറഞ്ഞില്ല. അവിടെ ചെന്നിട്ട് പിന്നെ ജ്യേഷ്ഠന്റെ മകനാണെങ്കിലും സ്വന്തം മകനാണല്ലോ, മകനോട് ചോദിക്കുകയാണ്, ഇതിനെ പറ്റി ചോദിച്ചു. അങ്ങനെ 200 ദീനാർ അദ്ദേഹത്തിന് എടുത്തു കൊടുത്തു. അറാബി പോയപ്പോൾ സ്വന്തം മകനോട് ചോദിക്കുകയാണ്,
കടുത്ത വഞ്ചനയാണ് കാണിച്ചത്. അപ്പോൾ മകൻ പറഞ്ഞെന്താ, അത് അയാൾ ഇഷ്ടപ്പെട്ടതല്ലേ, കാരണം അല്ല അയാളെ നാട്ടിൽ അത്ര ഇതുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. നമ്മളാണെങ്കിലും അവനക്ക് പ്രൊമോഷൻ കൊടുക്കുക അല്ലേ, കൊടുക്കാൻ എനിക്ക് ഞാൻ ശമ്പളം കൂട്ടി തന്നിട്ട് അതിന് കച്ചവടത്തിൻ്റെ ഐഡിയ അറിയാലോ, എനിക്ക് ആദ്യം അറിയാലോ എന്നൊക്കെ പറഞ്ഞു. എവിടെ ഇനി ഇയാളെയും വെക്കുവോ, അപ്പം തന്നെ തിരിപ്പിച്ചു. ഈ ആഴ്ച ഞാൻ ഈ ഇത് പറയുമ്പോൾ പറയാട്ടോ, ഈ ആഴ്ച ഒരു ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പിന്നെ ഫർണിച്ചറിൻ്റെ കടൻ്റെ മുതലാളിയുണ്ട്. അയാൾ എന്നോട് പറയണേ, അയാൾ ഈരാൻ വേണ്ടി മില്ലിക്ക് പിന്നെ മരം കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ മില്ലിൻ്റെ ഉടമ പറഞ്ഞു, രാവിലെ തന്നെ സുബൈക്കന്നെ പണിക്കാർ വരുമ്പോൾ വന്നോണ്ടി, അപ്പം തന്നെ എടുത്തോട്ടാ, നിങ്ങൾക്ക് നിങ്ങളിത് വേഗം കഴിച്ചു പോകാം. ഇയാൾക്കാണെങ്കിൽ ആ സാധനം കിട്ടിയിട്ട് വേണം ഒരു ഓഡിറ്റോറിയത്തിൻ്റെ പണി തീർക്കണം. അപ്പോൾ ഇയാൾ ഇത് പറയാം. അപ്പോൾ മദ്രസ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനും കൂടിയാണ്. അപ്പോൾ അയാൾക്ക് ഇനി ഒരു പണി ആയിക്കോട്ടെ എഴുതിയാണ്ട് ഇത് ഈ ചുമതല അയാളെ ഏൽപ്പിച്ചിരിക്കണം. അയാളെ ആവശ്യപ്പെട്ടപ്പോൾ അപ്പോൾ ഇവരുണ്ട് നടത്തും, അയാളെ ഏൽപ്പിച്ചിരിക്കണം. അപ്പോൾ ഇയാൾ പിന്നെ രാത്രി കിടക്കുമ്പോൾ വിളിച്ചു, നിങ്ങൾ രാവിലെ പോലെ വെച്ചു, മില്ല് തുറക്കുമ്പോൾ അവിടെ രാവിലെ എത്തണം, നേരത്തെ വരും ജോലിക്കാർ, ആദ്യം നമ്മളെ മരം കയറണം, നിങ്ങളവിടെ എത്തണട്ടോ. അയാൾ അതിന് ശമ്പളത്തിൽ ഏൽപ്പിച്ചാണ്. അപ്പോൾ ഇയാൾ ഞാൻ പോയിക്കൊണ്ടുവരണം. സുബൈൻ്റെ മുമ്പ് ഇയാൾ സാധാരണ എഴുന്നേൽക്കും പോലെ എഴുന്നേറ്റിട്ട് ഈ പറയപ്പെട്ട ഏൽപ്പിച്ച ആൾക്ക് വിളിച്ചു. അപ്പോൾ ഒരു സുഖമുള്ള മറുപടി അല്ല, നല്ലൊരു മരളക്കം കേട്ടപ്പോൾ തന്നെ ഇത് പോകില്ലെന്ന് ഇയാൾക്കൊരു നിശ്ചയം. അത് പോകാഞ്ഞാൽ മുടങ്ങും ചെയ്യും. അതിൽ ഇയാൾ എന്ത് ചെയ്തു അറിയാം, മലയാളി ഇയാൾ രാവിലെ തന്നെ സുബേസ്കരിച്ചേക്കന്നെ നേരെ ഈ പറയപ്പെട്ട മില്ലിക്ക് പോയി, കുറച്ച് റിസ്ക് എടുത്ത് പോയി. അവിടെ ചെന്നപ്പോൾ ഇയാൾ വന്നിട്ടില്ല, ഞാൻ പോയിക്കൊണ്ട് വരുന്ന ആൾ വന്നിട്ടില്ല, ഇവരുള്ള ആളാണ്, അയാൾ വന്നിട്ടില്ല. ഇയാൾ എന്ത് ചെയ്തു, മരക്കെടുത്തൊടുത്ത് പിന്നെ അപ്പോൾ വെറുതെ ഒന്ന് വിളിച്ചു പറഞ്ഞു മറ്റേക്ക്, ഇയാൾ അവിടെയാണെന്ന് അറിയാതെ, അല്ല നിങ്ങൾ പോയില്ലേ ചോദിച്ചു. ഞാൻ ഇവിടെ ഉണ്ട് പണിക്കാരെത്തിയില്ല പറഞ്ഞു. മറ്റേ ആൾ പറയാണ്, ഞാൻ ഇവിടെ ഉണ്ട് പണിക്കാരെത്തിയില്ല, അല്ല ഇവരുള്ള ആളാണ്. അപ്പോൾ ഇയാൾക്ക് വലിയ തമാശയായിട്ട് വന്ന്, നിങ്ങൾ വേഗം പണിക്കാരെത്തിയ ഉടനെ തന്നെ അവിടെ പണിയിറക്കുകയാണ്. അപ്പോൾ ഇയാൾ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഒന്നുകൂടി വിളിച്ചു. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, എന്താ അറിയില്ല, പണിക്കാർ വന്നിട്ടില്ല, ഞാനേതായാലും ഇവിടെ ഉണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾ നോക്കി പെട്ടെന്ന് നോക്കിയായിരുന്നു. അങ്ങനെ പിന്നെ ഇയാൾ പിന്നെ എന്ത് ചെയ്തു, അവിടെ നിസ്കാരപ്പള്ളി ഉണ്ട്, ആ നിസ്കാരപ്പള്ളി പോയി കുത്തുന്ന കുറച്ചു നേരം കൂടി ഉണ്ടായിരുന്നു. ഇവരോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഉള്ള വിവരം ഞാൻ അയാളത്തെ വന്നാൽ പറയും വേണ്ട. പിന്നെ ഒരു കാമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് വിളിച്ചു, പിന്നെ ഏകദേശമൊക്കെ പണി ആയിട്ടുണ്ട് കേട്ടോ, ഞാൻ വന്നേക്കന്നെ ഇട്ടെടുത്തു എന്നൊക്കെ പറഞ്ഞ പോലെ. എന്നായിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ പണിക്കാരായിട്ടും മില്ലത്തെ ആൾക്കാരായിട്ട് ഇയാൾ ഒത്തുകയാണ് മുതലാളി. അങ്ങനെ പിന്നെ അയാൾ അവിടെ നിന്ന് ഞാൻ ഇപ്പോൾ വരട്ടോ എന്നാണ്ട് പോയ ഉടനെ തന്നെ യഥാർത്ഥ മുതലാളി വന്നാണ്ട് സാധനമൊക്കെ വണ്ടി കയറ്റിക്കാണ്ട് കൊണ്ടേക്കാണ്ട് ഇയാൾ പിന്നെ ഒന്നും കൂടി വിളിച്ചു, എന്തായി, ഞാൻ ഇവിടെ ഉണ്ടേ, ഇപ്പോൾ കയറ്റും വണ്ടിയിലാണ്, ഇത് കയറ്റി കൊടുക്കണം. നമ്മൾ ആലോചിച്ചോക്കണം മനസ്സിൻ്റെ വഞ്ചന, എന്തിനാണ് ഈ നോണ അറിയണ്ടല്ലേ. അപ്പോൾ അയാൾ അവിടെ പോകാൻ കരുതിയിരിക്കണ പറഞ്ഞ ടൈമിൽ എത്തിയിട്ടില്ല. പിന്നെ വൈകുന്നേരം അങ്ങനെ വരുന്നുണ്ട് പറഞ്ഞു, ഒരു സൈക്കിൾ മൂന്നോടെ ചെറിയ അടിച്ചാണ്. അതൊക്കെ നമുക്കവിടെ മറക്കുകയാണ് പോലെ, അതാണ് ഇനി മറക്കണ്ടായിരുന്നു അയാൾ. അതിന് മൂല്യം അറിയാനില്ല, ഉണ്ടല്ലോ തോന്നിയിട്ടുണ്ടാവുള്ളൂ. ഈ ആ ഫീൽഡിലായി നമ്മൾ ഈ കുട്ടികൾ വികൃതി ആട്ടുമ്പോൾ ഈ വികൃതി തീരാ ഓതാൻ കൊണ്ടാക്കും. അങ്ങനെ അത് ചെയ്യരുത്. വലിയ വികൃതി കുട്ടികളുണ്ടാവും, ഓനെ ഞാൻ ഓതാൻ പറഞ്ഞേക്കറിയാം, ഓനെ കൊണ്ട് മഹലിൽ മൊത്തം കുടുങ്ങും. പിന്നെ തന്നെ അത് നല്ല പ്രതിഭകളെ കൊണ്ടാക്കണം, അല്ലെങ്കിൽ ഓൻ കൊടുക്കുന്ന 10 കൊണ്ട് കൊടുങ്ങും, ഒക്കെ ബുദ്ധിമുട്ടാവും. തന്നെ അത് നമ്മൾ അങ്ങനെ കുറേ പണ്ടൊക്കെ കുറേ എങ്ങനെയായിരുന്നു തിന്നാലേറ്റ് ഉണ്ടാക്കി കുറെ അങ്ങനെ വികൃതി ആട്ടുമ്പോൾ ഓനെന്നാലേ ഓനെ സഹിക്കാൻ കഴിയില്ല, ഓതാൻ കൊണ്ടാക്കാറ്. എത്തോതണോ അവിടെ മയ്യത്ത് കട്ടിലൊക്കെ പോയി കിടക്കോനെ. എൻ്റെ പിള്ളൊരു കുട്ടി ഉണ്ടെങ്കിൽ മയ്യത്ത് കട്ടിലിൽ പോയി കിടന്നു, ഉസ്താദ് കാണാക്കാൻ വേണ്ടി ഓൻ്റെ കരളുറപ്പൊക്കെ ഞങ്ങൾ മയ്യത്ത് കട്ടിലിൽ പോയി കിടന്നുറങ്ങി. അപ്പോഴൊക്കെ മഹലിൽ മരണം നടന്നു കണ്ട കട്ടിലെടുക്കാൻ വന്നാൽ അയാൾക്കൊരു കബറ് വേണ്ടി വരും അല്ലേ. അപ്പോൾ ആ ഫീൽഡിൽ എത്താൻ പാടില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെയല്ല. പക്ഷേ ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കളവുകൾ ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ ലാസ്റ്റ് ഈ ആയത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് തഖ്വ വേണം, വസ്മഉ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം,
കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് അള്ളാഹു പറയാണ്, ഈ വസ്മഴു എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ നമ്മളോട് പറയുമ്പോൾ ഖുർആന്റെ വചനങ്ങൾ, അതിന്റെ വ്യാഖ്യാനമായ തിരു ഹദീസുകൾ, അതൊക്കെ നമ്മൾ കേൾക്കണം. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അള്ളാഹു പറയാണ്, ഫാസിഖീങ്ങളായ ഒരു ഖൗമിനെ അള്ളാഹു ഒരിക്കലും അവർക്ക് ഹിദായത്ത് നൽകുകയില്ല. ദുർനടപ്പുകാരായ ഒരു വിഭാഗത്തിന് അള്ളാഹു തആല ഹിദായത്ത് നൽകുകയില്ല. അങ്ങനത്തെ ഒരവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അപ്പൊ ഹിദായത്ത് വളരെ പ്രധാനമാണ്. അതിന് വിഘാതം വരുന്ന ഒന്നാണ് വഞ്ചനകളും കാര്യങ്ങളും. ആ വിഷയത്തിൽ 100ക്ക് 100 ആകണമെന്നാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് അർത്ഥം വെക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഷഹാദത്തു ബൈനിക്കും ഇദാ ഹളറ അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ നിന്ന് ഒരാൾക്ക് മരണം ആസന്നമായാൽ നിങ്ങൾക്കിടയിലുള്ള സാക്ഷ്യം അത് ഹീനൽ വസിയ്യത്തി സ്നാനി, വസിയ്യത്ത് ചെയ്യുമ്പോൾ 2 ആളുകൾ സാക്ഷി നിൽക്കണം. ദവാഅദിലിം മിൻകും, നിങ്ങളെ കൂട്ടത്തിൽ നീതിമാന്മാരായ 2 പേര്. ഔ ആഖറാനി മിൻ ഗൈരിക്കും, നിങ്ങളെ കൂട്ടത്തിലല്ലാതെ മറ്റു മതത്തിൽ നിന്നും അങ്ങനെ ആക്കാവുന്നതാണ്. എപ്പോ ഇൻ അൻതും ലറബ്തും ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന വേളയിൽ ഫഅസ്വാബതുകും മുസീബത്തുൽ മൗത്ത്, മരണവിപത്ത് നിങ്ങളെ പിടികൂടുമ്പോൾ. ഇനി നോക്കൂ, തഹ്ബിസൂനഹുമാ മിൻ ബഅദിസ് സ്വലാഹ്, ആ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെ മാത്രം പറഞ്ഞു പോവുകയാണ്. തഫ്സീർ ഇല്ലാതെ ഒരിക്കലും എന്താണ് പറയേണ്ടതെന്ന് മനസ്സിലാവില്ല. നിസ്കാരത്തിന്റെ ശേഷം അവർ 2 പേരെ നിങ്ങൾ തടഞ്ഞു വെച്ചോളൂ. എന്നിട്ട് ഫയുഖ്സിമാനി ബില്ലാഹി ഇൻ ഇർതബ്തും, അവരിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അല്ലാഹനെ കൊണ്ട് അവരെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യിപ്പിച്ചോളൂ. എന്ത്? ലാ നഷ്തരി ബിഹി സമനാ, ഒരു വിലയും അതുകൊണ്ട് വാങ്ങിയിട്ടില്ല. പാത്രം കെട്ട വിഷയമാണല്ലോ, അത് വിറ്റ് കാശാക്കി അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഓലെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കൂ. വലൗ കാന ദാ ഖുർബ, അത് അടുത്തവരാണെങ്കിലും. വലാ നക്തുമു ഷഹാദത്തല്ലാഹ്, അള്ളാഹുവിന്റെ സാക്ഷ്യം ഞങ്ങൾ ഒരിക്കലും മറച്ചു വെക്കൂലെന്നും അവരെ കൊണ്ട് പറയിപ്പിക്കുക. ഇന്നാ ഇദല്ല മിനൽ ആസിമീൻ, അന്നേരം ഞങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരിൽ പെട്ടുപോകും. ഫഇൻ ഉസിറ അലാ അന്നഹും മുസ്തഹഖാ ഇസ്മാ, ഇനി അവർ 2 പേരും ആ തെറ്റിന് അർഹരാണ് എന്ന് നിങ്ങൾക്ക് വെളിവായി കഴിഞ്ഞാൽ, ഫആഖറാനി യഖൂമാനി മഖാമഹുമാ, അപ്പോ അവരുടെ സ്ഥാനത്ത് വേറെ 2 പേരെ നിങ്ങൾ സാക്ഷികളാക്കിക്കോളൂ. മിനല്ലദീന ഇസ്തഹഖ അലൈഹിം അൽ ഔലയാൻ, ആരമേരിലാണോ ആ ബാധ്യത വരുന്നത് അവരോട് ഏറ്റവും അടുത്തവരിൽ 2 പേരാക്കിക്കോളൂ. ഫയുഖ്സിമാനി ബില്ലാഹ്, എന്നിട്ട് അവർ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യണം. ലശഹാദതുനാ അഹഖു മിൻ ഷഹാദതീമാ, ഈ 2 സാക്ഷികളെക്കാൾ സാക്ഷിത്വത്തിന് ബന്ധപ്പെട്ടവർ ഞങ്ങൾ 2 പേരാകുന്നു എന്ന് അവർ തിരിച്ചു പറയണം. വമഅതദൈന, ഞങ്ങൾ ഒരിക്കലും അതിൽ വിട്ട് പ്രവർത്തിക്കൂല. ഇന്നാ ഇദല്ല മിനൽ ളാലിമീൻ, അങ്ങനെ ഞങ്ങൾ അതിൽ വിട്ടാൽ ഞങ്ങൾ അതിക്രമകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. ദാലിക അദ്നാ അൻ യഅ്തു ബിശ്ശഹാദതി അലാ വജ്ഹിഹാ, സാക്ഷിത്വം അതിന്റെ ശരിയായ രീതിയിൽ കൊണ്ടുവരാനാണ് ഇങ്ങനെ നിയമം കർശനമാക്കിയത്. ഔ യഖാഫു അൻ തുറദ്ദ ഐമാനും ബഅദ ഐമാനിയും, സത്യങ്ങൾക്ക് ശേഷം വീണ്ടും സത്യം അങ്ങനെ മടക്കപ്പെടുന്നതിലൊരു പേടി വേണം. അതിനു വേണ്ടിയാണ് കർശനമാക്കുന്നത്. വത്തഖുല്ലാഹ വസ്മഉ, നിങ്ങൾ കേൾക്കുകയും അല്ലാഹുവിനെ സൂക്ഷിക്കുകയും വേണം. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹു തആല ദുർനടപ്പുകാരായ ഒരു ജനതയ്ക്ക് ഹിദായത്ത് നൽകില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ഷഹാദതു ബൈനിക്കും ഇദാ ഹളറ അഹദകുമുൽ മൗതു ഹീനൽ വസിയ്യതി ഇസ്നാനി ذوى عدل منكم أو آخران من غيركم إن أنتم ضربتم في الأرض فأصابتكم
مصيبة فأصابتكم مصيبة الموت تحبسونهما من بعد الصلاة فيقسمان بالله إن ارتبتم لا نشتري به ثمنا ولو كان ذا قربى ولا نكتم شهادة الله إنا إذا لمن الآثمين فإن عثر على أنهما استحقا إثما فآخران يقومان مقامهما من الذين استحق عليهم الأوليان فيقسمان بالله لشهادتنا أحق من شهادتهما وما اعتدينا إنا إذا لمن الظالمين ذلك أدنى أن يأتوا بالشهادة على وجهها أو يخافوا أن ترد أيمان بعد أيمانهم واتقوا الله واسمعوا والله لا يهدي القوم الفاسقين. صدق الله.